അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോ ഇന്നലെ നമ്മൾ എടുത്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് അടുത്ത ടോപ്പിക് എടുക്കാം. ഓക്കെ, ബ്ലഡ് റിലേഷൻസ് ആണ് അടുത്ത ടോപ്പിക്. അപ്പൊ ഇത് ഭയങ്കര സിമ്പിൾ ആണ്. ബ്ലഡ് റിലേഷൻസ് വലിയ കുഴപ്പമൊന്നുമില്ല. എസ്പെഷ്യലി PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കാറുള്ളത്. ഇത് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ഇതിൽ അധികം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാൽ മതിയല്ലോ. ഒന്ന് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് ടേംസ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ടേംസ് തന്നെയായിരിക്കും. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ ഓർത്താൽ മതി. ഒന്ന്, പെറ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫാദേഴ്സ് സൈഡ് ആയിരിക്കും. ഇപ്പൊ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ ഫാദറിന്റെ സൈഡിലുള്ള ഗ്രാൻഡ് ഫാദർ, അല്ലെ, ഫാദറിന്റെ ഫാദർ. മെറ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദേഴ്സ് സൈഡ് ആണ്. നിങ്ങൾ മാട്രിയാർക്കി പാട്രിയാർക്കി എന്ന് പറയുന്നില്ലേ? അപ്പൊ പാട്രിയാർക്കി, പാറ്റേണൽ, അപ്പൊ അത് ഫാദേഴ്സ് സൈഡ് ആണ്. പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ മെയിൽ ഡോമിനേഷൻ ആണല്ലോ. മാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഡോമിനേഷൻ. അപ്പൊ ഫീമെയിലിന്റെ സൈഡ് ആയിരിക്കും മെറ്റേണൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്നൊക്കെ പറഞ്ഞാൽ അമ്മയുടെ അച്ഛനായിട്ട് വരും. അതൊക്കെ അറിയുന്ന കാര്യമാണ്. പങ്കിൾ, ആണ്ട്, ഇങ്ങനത്തെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയണ്ട. ഇതിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. പലപ്പോഴും ഇപ്പൊ PSC ആണെങ്കിലും UPSC ആണെങ്കിലും ഏത് എക്സാംസിലാണെങ്കിലും ക്വസ്റ്റ്യൻസ് ഈ ബ്ലഡ് റിലേഷൻ വെച്ച് വരുമ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടേംസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, കസിൻ, ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതേപോലെ ഇതിന്റെ അകത്ത് സിബ്ലിംഗ്, സ്പൗസ്, ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് ഇപ്പോ കസിൻ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ജെൻഡർ പറയാൻ പറ്റില്ല. അപ്പൊ മദർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അമ്മയാണ്. സിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? പെണ്ണാണ്. എന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ജെൻഡർ കറക്റ്റ് പറയാൻ പറ്റും. എന്നാൽ കസിൻ എന്ന് പറയുമ്പോൾ എന്താണ്? കസിൻ എന്ന് പറയുമ്പോൾ ജെൻഡർ പറയാൻ പറ്റില്ല, അല്ലെ? നമുക്ക് ചിലപ്പോൾ കസിൻ സിസ്റ്റർ ആവാം, കസിൻ ബ്രദർ ആവാം. അതേപോലെ തന്നെ കസിൻ എന്ന് പറഞ്ഞ വേറൊരു കാര്യം കൂടി ഉണ്ട്. അമ്മയുടെ സൈഡ് ആവാം, അച്ഛന്റെ സൈഡിലുള്ള കസിൻ ആവാം. അപ്പൊ അങ്ങനെ കുറെ കോമ്പിനേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ ടേംസ് വരികയാണെങ്കിൽ നിങ്ങൾ കുറച്ച് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ തന്നെ സിബ്ലിംഗ് എന്ന് പറഞ്ഞാലും ബ്രദർ ആവാം, സിസ്റ്റർ ആവാം, അല്ലെ? അപ്പൊ അതിലും നമുക്ക് ജെൻഡർ കറക്റ്റ് പറയാൻ പറ്റില്ല. സ്പൗസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയാവാം, ഭർത്താവാം. അവിടെയും നമുക്ക് ജെൻഡർ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ടേംസ് ക്വസ്റ്റ്യനിൽ വരികയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. മാത്രമല്ല, ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ജെൻഡർ വെച്ചിട്ട് അധികവും വരാൻ സാധ്യതയുണ്ട്. അത് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്തേ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. അപ്പൊ ഒന്ന് ഇതിനകത്ത് ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് കുറെ വരാറുണ്ട്. PSC-യിലൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് ഒരു കോഡ് പോലെ തന്നിട്ട്, അല്ലെ, P*Q എന്ന് പറഞ്ഞാൽ P is the daughter of Q, അങ്ങനത്തെ രീതിയിൽ വെച്ചിട്ട് ഒരു എക്സ്പ്രഷൻ തരും. ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ ഡീകോഡ് ചെയ്തിട്ട് എന്താണ് ശരിയെന്ന് കണ്ടുപിടിക്കണം. ചെയ്തേ ഒന്ന്. ആൻസർ പറഞ്ഞേ. കിട്ടിയില്ലേ? ഓക്കെ. ഓക്കെ, ഇതെങ്ങനെയാ ചെയ്യണ്ടേ? ഇവിടെ നമ്മൾ ആദ്യം എക്സ്പ്രഷൻ നോക്കുക. ഓക്കെ, നിങ്ങൾ ഇത് വലുതായിട്ട് ഇതൊന്നും വായിക്കേണ്ട. അത് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇത് എടുത്താൽ മതി.
അപ്പൊ ഇതിൽ ഫസ്റ്റ് എക്സ്പ്രഷൻ നോക്കുന്നു. എ ഇൻറ്റു ബി എന്നാണ് ആദ്യം കാണുന്നത് അല്ലെ. ഇവിടെ പി ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? പി ഈസ് ദ ഡോട്ടർ ഓഫ് ക്യൂ എന്നാണ്. അപ്പൊ എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എ ഈസ് ദ ഡോട്ടർ ഓഫ് ബി ആയിരിക്കും അല്ലെ. അപ്പൊ എ ഈസ് ദ ഡോട്ടർ ആണ്. ഡോട്ടർ എന്ന് പറയുമ്പോൾ ഞാൻ പെണ്ണാണെങ്കിൽ ഞാൻ റൗണ്ട് ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാട്ടോ. പലരും പല രീതിയിലായിരിക്കും വരയ്ക്കുക. അപ്പൊ ഞാൻ എ ഈസ് ദ ഡോട്ടർ ഓഫ് ബി ആ വരയ്ക്കേണ്ടത്. അപ്പൊ എ പെണ്ണാണ്. അപ്പോൾ ഞാൻ ഒരു റൗണ്ട് കൊടുത്തു. ഓക്കെ, എ ഈസ് ദ ഡോട്ടർ ഓഫ് ബി. ബിന്റെ ഡോട്ടർ ആണ്. ഓക്കെ, അത് അവിടെ വരച്ചു. ഇനി അടുത്തത് നിങ്ങൾ നോക്കേണ്ട അടുത്തത് ബി സ്റ്റാർ സി. ബി സ്റ്റാർ സി. അപ്പൊ പി സ്റ്റാർ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? പി ഈസ് ദ മദർ ഓഫ് ക്യൂ. അപ്പൊ ബി സ്റ്റാർ സി എന്ന് പറഞ്ഞാൽ ബി ഈസ് ദ മദർ ഓഫ് സി. അപ്പൊ ബി മദർ ആണ്, ബി പെണ്ണാണ്. അപ്പൊ ഞാൻ അവിടെ ഒരു റൗണ്ട് കൊടുത്തു. അപ്പൊ ബി ഈസ് ദ മദർ ഓഫ് സി. സി എന്ന് എഴുതി. സി എന്താന്ന് നമുക്ക് പറയില്ല. ഐ മീൻ പെണ്ണാണോ ജെൻഡർ എന്താണെന്ന് അറിയില്ല. സി മൈനസ് ഡി. അടുത്തത് വരുന്നത് സി മൈനസ് ഡി ആണ്. പി മൈനസ് ക്യൂ എന്ന് പറഞ്ഞാൽ പി ഈസ് ദ ബ്രദർ ഓഫ് ക്യൂ എന്നാണ്. അപ്പൊ സി മൈനസ് ഡി എന്ന് പറഞ്ഞാൽ സി ഈസ് ദ ബ്രദർ ഓഫ് ഡി ആയിരിക്കും. അപ്പൊ സി ഈസ് ദ ബ്രദർ. ബ്രദർ ആകുമ്പോൾ ആണാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സ്ക്വയർ കൊടുത്തു. സി ഈസ് ദ ബ്രദർ ഓഫ് ഡി. ഓക്കെ, അടുത്തത് ഡി ഇൻറ്റു എഫ് ആണ്. അപ്പൊ ഡി ഇൻറ്റു എഫ് അല്ലെ പി ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ പി ഈസ് ദ ഡോട്ടർ ഓഫ് ക്യൂ. അപ്പൊ ഡി ഇൻറ്റു എഫ് എന്ന് പറഞ്ഞാൽ ഡി ഈസ് ദ ഡോട്ടർ ഓഫ് എഫ്. ഡി ഈസ് ദ ഡോട്ടർ ഓഫ് എഫ്. അപ്പൊ പെണ്ണാണ്. ഡി ഈസ് ദ ഡോട്ടർ ഓഫ് എഫ്. അപ്പൊ ബിയും എഫും കല്യാണം കഴിച്ചായിരിക്കും അല്ലെ. അപ്പൊ ചോദ്യം ഇതാണ്, ബി ആൻഡ് എഫ് എങ്ങനെയാ റിലേറ്റഡ് ആവുന്നത്? ബിയും എഫ് എന്താണ്? വൈഫ് ആൻഡ് ഹസ്ബൻഡ് അല്ലേ. അപ്പൊ വൈഫ് ആൻഡ് ഹസ്ബൻഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊന്ന് ചെയ്തേ. ഓക്കെ, ഇതും നമ്മൾ ജസ്റ്റ് നമ്മൾ ആ ഒരു ഫാമിലി ട്രീ വരച്ചാൽ മതി. പി ഈസ് ക്യൂ സിസ്റ്റർ. പി എന്ന് പറഞ്ഞാൽ ക്യൂവിന്റെ സിസ്റ്റർ ആണ്. അപ്പൊ പി എന്ന് പറഞ്ഞാൽ ക്യൂവിന്റെ സിസ്റ്റർ ആണ്. പി ആണ് സിസ്റ്റർ. അപ്പൊ പി പെണ്ണാണ്. ഞാൻ ഒരു റൗണ്ട് കൊടുത്തു. ആർ ഈസ് ക്യൂസ് മദർ. ക്യൂവിന്റെ മദർ ആണ് ആറ്. അപ്പൊ ഇവരുടെ മദർ ആണ് ആറ്. ഓക്കെ, അപ്പൊ ആറ് പെണ്ണാണ്. ആറിന് ഞാനൊരു വട്ടം വരച്ചു. എസ് ഈസ് ആർസ് ഫാദർ. എസ് ഈസ് ആർസ് ഫാദർ എന്ന് പറയുമ്പോൾ ആറിന്റെ ഫാദർ ആണ് എസ്. ഓക്കെ, അപ്പൊ ആറിന്റെ ഫാദർ ആണ് എസ്. അപ്പൊ എസ് എന്താണ്? ഒരു ആണാണ്. ഓക്കെ, അത് ഞാൻ വരച്ചു. ഇനി ടി ഈസ് എസ് മദർ. എസിന്റെ മദർ ആണ് ആര്? ടി എന്ന് പറഞ്ഞു. അപ്പൊ ടി പെണ്ണാണ്. അപ്പൊ അത് ഞാൻ വരച്ചു. അപ്പൊ ഇതില് ചോദിച്ചത് ഹൗ ഈസ് പി റിലേറ്റഡ് ടു എസ്. അപ്പൊ പി എസിന്റെ ആരാണ്? എസിന്റെ മോളുടെ മോളാണ്, എന്ന് വെച്ചാൽ ഗ്രാൻഡ് ഡോട്ടർ ആണ്. ഇതിൽ ഞാൻ കുറച്ച് നിങ്ങൾ കെയർലെസ് ആക്കുന്ന കുറച്ച് സാധനങ്ങൾ പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിൽ എന്താ ആൻസർ? പി റിലേറ്റഡ് ടു എസ് അല്ല, ഹൗ ഈസ് എസ് റിലേറ്റഡ് ടു പി എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എന്താ ആൻസർ വരിക? ഹൗ ഈസ് എസ് റിലേറ്റഡ് ടു പി? ഗ്രാൻഡ് ഫാദർ. ആ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ആക്ച്വലി എങ്ങനെയാ ചോദിച്ചത്, ആരെ കുറിച്ച്? ഇത് പലരും കെയർലെസ് ആയിട്ട് തെറ്റിക്കുന്ന സാധനമാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഹൗ ഇസ് പി റിലേറ്റഡ് ടു എസ്. അപ്പൊ പി ആരാന്നാ ചോദിച്ചത്. പി ആരാ? എസിന്റെ ഗ്രാൻഡ് ഡോട്ടർ ആണ്. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഹൗ ഇസ് എസ് റിലേറ്റഡ് ടു പി എന്നാണെങ്കിൽ എസ് ആരാന്നാ ചോദ്യം. അപ്പൊ എസ് ആരാ? ഗ്രാൻഡ് ഫാദർ ആണ് പിന്റെ. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നെങ്കിലോ, ഹൗ ഇസ് ക്യൂ റിലേറ്റഡ് ടു എസ് എന്നാണെങ്കിലോ എന്താ ക്വസ്റ്റ്യൻ? പിന്റെ പകരം ക്യൂ ആണ്. അപ്പൊ എന്താ ആൻസർ വരിക? ഹൗ ഇസ് ക്യൂ റിലേറ്റഡ് ടു എസ്? നോട്ട് ഡിറ്റർമൈൻഡ്. ആ, അവിടെ അപ്പം ക്യൂ ആരാണ്? എസിന്റെ. ക്യൂവിന്റെ ജെൻഡർ നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, ജെൻഡർ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ ക്യൂവിന്റെ ജെൻഡർ നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല അല്ലെ. അപ്പൊ എസിന്റെ ആരാ ക്യൂ എന്ന് ചോദിച്ചാൽ
ക്യൂ ചിലപ്പം ഗ്രാൻഡ് ഡോട്ടർ ആവാം, ഗ്രാൻഡ് സൺ ആവാം, എന്ത് വേണമെങ്കിലും ആവാം, നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനത്തെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് റിലേഷൻ വേറെ ഇഷ്യൂ ഒന്നുമില്ല. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഇതൊന്ന് ചെയ്തേ. ഇതൊക്കെ ഡിഗ്രി പ്രിലിംസിലത്തെ ക്വസ്റ്റ്യൻ ആട്ടോ, കഴിഞ്ഞ 1-2 കൊല്ലത്തെ. അപ്പൊ ഇതേ ഒരു പാറ്റേണിൽ വരാനാണ് ചാൻസ് കൂടുതൽ KS-നും. അതുകൊണ്ട് തന്നെ ഞാൻ ആ ക്വസ്റ്റ്യൻസ് എടുക്കുന്നു. ഓക്കെ ഓക്കെ അപ്പൊ ഇതിൽ കണ്ടോ, ഇതിൽ എന്ത് വെച്ചിട്ടാ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത്? ജെൻഡർ വെച്ചിട്ടാണ്. അതായത് ഇവിടെ നിങ്ങൾ വരയ്ക്കുമ്പം സി ഈസ് ദ സിസ്റ്റർ ഓഫ് പി ക്യു ആർ. സി പിന്റെയും ക്യൂവിന്റെ ആറിന്റെയും സിസ്റ്റർ ആണ്. അപ്പൊ അവിടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സിന്റെ ജെൻഡറാ പറഞ്ഞിട്ടുള്ളൂ. സി സിസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ സി പെണ്ണാണ്. ഓക്കെ, പിയും ക്യു ആറും ബ്രദർ ആണോ സിസ്റ്റർ ആണോ എന്ന് നമുക്ക് കറന്റ്ലി അറിയില്ല, കാരണം സി സിസ്റ്റർ ആണെന്ന് പറഞ്ഞത്. അപ്പൊ പി ക്യു ആറിന്റെ ജെൻഡർ അവിടെ പറഞ്ഞിട്ടില്ല, ശ്രദ്ധിക്കാം. ഇനി ഫാദർ ഓഫ് ക്യൂ ഇസ് ഡി. അപ്പൊ അവരുടെ ക്യൂവിന്റെ ഫാദർ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഫാദർ ആണ്, അയാളാണ് ഡി. അപ്പൊ ഡി ആണാണ്, ഫാദർ ആണ്. അപ്പൊ ഞാൻ ഒരു സ്ക്വയറിലാക്കി. അടുത്തത് പി ഈസ് ദ സൺ ഓഫ് വൈ. വൈന്റെ സണ്ണാണ് പി. പി അപ്പൊ സണ്ണാണ് ആരുടെ? വൈന്റെ. അപ്പൊ ഓൾറെഡി ഫാദർ ഡി ആന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി വൈ എന്തായിരിക്കും? മദർ ആയിരിക്കും. നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ then which of the following is correct? ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ആർ ഇസ് ദ ഡോട്ടർ ഓഫ് ഡി. ആറിന്റെ ജെൻഡർ അറിയില്ല. അപ്പൊ നിങ്ങൾ അത് വെച്ചിട്ട് കേരളത്താവാൻ ചാൻസ് കുറച്ച് കൂടുതൽ. അതൊന്ന് ശ്രദ്ധിക്കുക. ആറിന്റെ ജെൻഡർ അറിയില്ല, അതുകൊണ്ട് അത് തെറ്റാണ്. ക്യൂ ഇസ് ദ സിസ്റ്റർ ഓഫ് സി. ക്യൂവിന്റെ ജെൻഡർ അറിയില്ല, അപ്പൊ ഇതും തെറ്റ്. ക്യൂ ഇസ് ദ ഡോട്ടർ. കണ്ടോ, അഗെയിൻ ക്യൂ ഇസ് ദ ഡോട്ടർ എന്ന് വെച്ചാൽ ഈ 3 ഓപ്ഷൻ ഇവർ എങ്ങനെയാ ഫ്രെയിം ചെയ്തിരിക്കുന്നത്? ആറും ക്യൂവും വെച്ചിട്ടാ. അപ്പൊ അത് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അവരുടെ ആരുടെയും ജെൻഡർ നമുക്ക് പറയാൻ പറ്റുന്നില്ല. പിന്നെ സി ഹാസ് മദർ വൈ. ഇവരുടെ മദർ ഡി ഫാദർ ആയതുകൊണ്ട് വൈ മദർ ആണെന്ന് നമുക്ക് എടുക്കാം. അപ്പൊ ഡി ആയിരിക്കും കറക്റ്റ്. ഓക്കെ, ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി കാണിക്കാം. ജസ്റ്റ് ഈ ഒരു കാര്യം ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് UPSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്തേ. ഓക്കെ, ഓക്കെ. ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്ക് ഏതാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്ക് ഏതാണ്? Two എന്താ couples. നിങ്ങൾക്ക്?
ഓക്കെ, ഒരാൾ 2 കപ്പിൾസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതല്ലാണ്ട് സ്പൗസ്. അതെ, ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈ സ്പൗസ് എന്ന് പറഞ്ഞ വാക്കൊക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് ശ്രദ്ധിക്കണം? കാരണം സ്പൗസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജെൻഡർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആർ ഇസ് ദ സ്പൗസ് ഓഫ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറും ക്യൂവും ഹസ്ബൻഡ് വൈഫ്, ആരാണ് ഹസ്ബൻഡ് ആരാണ് വൈഫ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഇവിടെ ഫ്രെയിം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾ ഇനി ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്യൂ ഇസ് ദ ഗ്രാൻഡ് ഫാദർ എന്ന് വെച്ചാൽ ക്യൂവിന്റെ ജെൻഡർ പറയുന്നുണ്ട്. ആർ ഇസ് ദ മദർ, ആറിന്റെ ജെൻഡർ പറയുന്നുണ്ട്. ക്യൂ ഇസ് ദ ഗ്രാൻഡ് മദർ, ക്യൂവിന്റെ ജെൻഡർ പറയുന്നുണ്ട്. ഫൈനലി ഇവിടെ ടീന്റെ ജെൻഡറാ പറയുന്നത്, ടി ഇസ് ദ ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏത് ശരിയാവാനാ? നിങ്ങൾക്ക് വരച്ച് നോക്കിയിട്ട് ചെയ്യാം, പക്ഷെ നിങ്ങൾക്ക് ഒരു ലോജിക്കൽ ഗസ് എടുക്കാൻ പറ്റും. ഇവിടെ ഡി ആയിരിക്കും അധികം ശരി. കാരണം എന്താ? ഈ 3 ഓപ്ഷനും ഫ്രെയിം ചെയ്തിരിക്കുന്നത് ക്യൂവിന്റെയോ ആറിന്റെയോ ജെൻഡർ സ്പെസിഫൈ ചെയ്തോണ്ടാണ്. സ്പൗസ് എന്ന് പറയുമ്പോൾ നമുക്ക് ജെൻഡർ സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇനി അങ്ങോട്ട് വായിക്കുമ്പോൾ ജെൻഡർ പറയാൻ പറ്റുമായിരിക്കാം, പക്ഷേ അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനത്തെ ടേം വരുമ്പോൾ നിങ്ങൾ അതിലൊന്ന് ഫോക്കസ് ചെയ്യണം. സ്പൗസ്, കസിൻ, അതേപോലെ തന്നെ സിബ്ലിംഗ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇത് ഏത് എക്സാം എടുത്തു കഴിഞ്ഞാലും അങ്ങനത്തെ വാക്ക് വെച്ചിട്ടാണ് ഇതിൽ കൺഫ്യൂഷൻ ആക്കുകയും കെയർലെസ് ആക്കുകയും ചെയ്യാം. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. എന്തായാലും നമുക്കൊന്ന് വരച്ചു നോക്കാം. അപ്പൊ ഇതിൽ ആർ ഇസ് ദ സ്പൗസ് ഓഫ് ക്യൂ എന്ന് പറയുന്നുണ്ട്. ആറും ക്യൂവും കല്യാണം കഴിച്ചിട്ടുണ്ട്. ആരാണ് വൈഫ് ഹസ്ബൻഡ് എന്ന് നമുക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് പറയുന്നത് യു ഇസ് ദ മദർ ഓഫ് ടി എന്നാണ്. അപ്പൊ യു ഇസ് ദ മദർ ഓഫ് ടി, ടീന്റെ മദർ ആണ് യു. ഓക്കെ, ആയിക്കോട്ടെ. എസ് ഇസ് ദ ഡോട്ടർ ഓഫ് യു, യുവിന്റെ ഡോട്ടർ എസ് ഉണ്ട്. അപ്പൊ എസ് പെണ്ണാണ്, അത് ഓക്കെ. പീസ് ഡോട്ടർ ഇസ് ടി, അപ്പൊ ടി എന്ന് പറഞ്ഞ ഡോട്ടർ ആണ് ആരുടെ? പിന്റെ. അപ്പൊ യുവും പിയും കല്യാണം കഴിച്ചിട്ടുണ്ടാവും. ആൻഡ് ആർ സൺ ഇസ് പി, ആറിന്റെ സൺ ആണ് പി, അപ്പൊ പി ആണാണ്. ഓക്കെ, ആരുടെ സൺ ആണ് പി? ആറിന്റെ സൺ ആണ് പി. ഓക്കെ, ആറും ക്യൂവും കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുക. ഇവിടെ നിങ്ങൾക്ക് ആറിന്റെയും ക്യൂവിന്റെയും ജെൻഡർ പറയാൻ പറ്റിയോ? ഇല്ല. അപ്പൊ ഇത് 3ഉം തെറ്റാണ്. കാരണം അതിൽ 3ലും ആറിന്റെയോ അല്ലെങ്കിൽ ക്യൂവിന്റെയോ ജെൻഡർ പറയുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ അത് നമ്മൾ ലോജിക്കലി ഗസ് ചെയ്തില്ലായിരുന്നോ? ഇതൊന്നും വരയ്ക്കാണ്ട് തന്നെ ഗസ് ചെയ്തില്ലായിരുന്നോ? എന്തുകൊണ്ടാ പറ്റിയേ? അതാണ് അങ്ങനത്തെ ടേംസിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി ഓപ്ഷൻ ഡി പറയുന്നത് ടി ഇസ് ദ ഗ്രാൻഡ് ഡോട്ടർ, ടീന്റെ ജെൻഡറാ പറയുന്നത്. ആണ്, ടി ഡോട്ടർ മീൻസ് പെണ്ണാണ്. ഓക്കെ ആണ്, ടി ഗ്രാൻഡ് ഡോട്ടർ ആണ് അല്ലെ, ഇവരുടെ ഗ്രാൻഡ് ഡോട്ടർ ആണ്. അപ്പൊ അതാണ് അവിടെ കറക്റ്റ്. അപ്പൊ ഈ ബ്ലഡ് റിലേഷനിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ജനറലി ഈസിയാണ്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ കെയർലെസ് ആവാതിരിക്കുക. ഇങ്ങനത്തെ ടേംസ് അതേപോലെ ജെൻഡർ സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഏത് ജെൻഡറാന്ന് എടുക്കരുത്, അസ്യൂം ചെയ്തേക്കരുത്. പലരും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഒഴിവാക്കുക. ഓക്കെ, ആ ഒരു കാര്യം മാത്രം ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ബ്ലഡ് റിലേഷൻ അപ്പൊ വലിയ കുഴപ്പമില്ല, ഈസിയാണ്, അതവിടെ കിടക്കട്ടെ. നമുക്കിനി വർക്ക് ആൻഡ് ടൈമിലേക്ക് പോവാം. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വർക്ക് ആൻഡ് ടൈം ഏത് എക്സാം എടുത്താലും വർക്ക് ആൻഡ് ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഏത് എക്സാം എടുത്താലും. അപ്പൊ ഇതിലും അതേപോലെ തന്നെ വർക്ക് ആൻഡ് ടൈമിന് ഭയങ്കര കോമൺ ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അപ്പൊ വർക്ക് ആൻഡ് ടൈമിൽ നമ്മൾ ഒരു 3-4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും PSCs ചോദിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാൻ ഞാൻ ആദ്യം കുറച്ച് എക്സാമ്പിൾസ് പറയാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നത് ഏറ്റവും ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് നമുക്ക് ഈസി ആയിട്ടാട്ടോ ചെയ്യാം. നമ്മൾ നോർമലി അല്ല, നമ്മൾ LCM മെത്തേഡിലൂടെയാണ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഫസ്റ്റ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം. എ എന്ന് പറയുന്ന ഒരാള് ഏതോ ഒരു വർക്ക് 15 ദിവസം കൊണ്ട് ചെയ്തു. ബി എന്ന് പറയുന്ന ഒരാള് അതേ വർക്ക് 10 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എയും ബിയും ചേർന്നിട്ട് ഈ വർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കാം. ഇതാണ് ഇതിനകത്ത് വരാൻ പറ്റിയ ഏറ്റവും ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് LCM യൂസ് ചെയ്തിട്ടാണ്, LCM മെത്തേഡാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ എ 15 ദിവസം കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്, ബി 10 ദിവസം കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കാം, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വർക്ക് നമ്മൾ അസ്യൂം ചെയ്യുന്നു, ടോട്ടൽ വർക്ക് നമ്മൾ അസ്യൂം ചെയ്യുന്നു. എങ്ങനെ അസ്യൂം ചെയ്യണം? നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഡേയ്സിന്റെ LCM എടുക്കാം. LCM എന്ന് പറഞ്ഞാൽ എന്താ? ലോവസ്റ്റ് ആയിട്ടുള്ള കോമൺ മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ 15ന്റെയും 10ന്റെയും ഒരു കോമൺ മൾട്ടിപ്പിൾ എടുത്താൽ മതി. LCM എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, 15ന്റെയും 10ന്റെയും കോമൺ മൾട്ടിപ്പിൾ എടുത്താൽ മതി. ഇത് ചിലര് വർക്ക് W എന്നൊക്കെ ആക്കി എടുക്കും, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് കുറച്ചുകൂടി ഈസിയാണ് LCM വെച്ച് ചെയ്യുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? വർക്ക് W എന്നൊക്കെ എടുക്കുന്നതിന്റെ പകരം വർക്കിനെ അസ്യൂം ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തും അസ്യൂം ചെയ്യാം, 1 വരെ അസ്യൂം ചെയ്യാം വർക്കിന്. പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എളുപ്പമാക്കാനാണ് നമ്മൾ LCM വെച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ LCM വേണമെന്നില്ല, ഒരു കോമൺ മൾട്ടിപ്പിൾ എടുത്താൽ മതി. അപ്പൊ ചിലർ വിചാരിക്കും ഓക്കെ LCM എനിക്ക് മാറിപ്പോയി, ഇടയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ 15ന്റെയും 10ന്റെയും കോമൺ ആയിട്ട് വരുന്ന ആദ്യത്തെ മൾട്ടിപ്പിൾ 30 അപ്പൊ 30 എടുക്കേണ്ടതിന്റെ പകരം ഒരാൾ 60 എടുത്തു പോയി, ഒരു കുഴപ്പമില്ല. നിങ്ങൾ പകുതി വെച്ചത് മാറ്റാനൊന്നും പോണ്ട, ഒരു കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു കോമൺ മൾട്ടിപ്പിൾ എടുത്താൽ മതി.
അപ്പൊ ഞാനിപ്പോ 30 എടുത്തു, 30 LCM ആണ്. അപ്പൊ 30 നമ്മുടെ വർക്ക്. അതിങ്ങനെ എഴുതി വെക്കുക. 15 ഇൻറ്റു 2 ചെയ്യുമ്പോഴാണ് 30, അല്ലെ? ആ 2 അവിടെ എഴുതി വെക്കുക. 10 ഇൻറ്റു 3 ചെയ്യുമ്പോഴാണ് 30, ആ 3 അവിടെ എഴുതി വെക്കുക. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഈ 2, 3 എന്ന് പറഞ്ഞാൽ എന്താ? അതായിരിക്കും നമ്മുടെ എഫിഷ്യൻസി. എന്താണ് എഫിഷ്യൻസി? എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒരു ഡേ എത്ര വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് എഫിഷ്യൻസി, അല്ലെ? നിങ്ങളോടൊപ്പം എഫിഷ്യന്റ് എങ്ങനെയാ എഫിഷ്യൻസി നമ്മൾ പറയാ? ഒരാൾ കുറെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ കൂടുതൽ എഫിഷ്യന്റ് ആണ്. പക്ഷേ അതൊരു സ്പെസിഫൈഡ് ടൈമിലായിരിക്കണം. അപ്പൊ ഒരു ദിവസം ഒരാൾ 10 വർക്ക് ചെയ്യുന്നു, അല്ലെ? 10 വർക്ക് വെച്ചാൽ എന്തോ വർക്ക്. ഒരാൾ 10 കല്ല് കിട്ടുന്നു ഒരു ദിവസം, വേറെ ഒരാൾ 15 കല്ല് ഒരു ദിവസം കിട്ടും. അപ്പൊ 15 കല്ല് കിട്ടിയ ആളാണ് കൂടുതൽ എഫിഷ്യന്റ്. അതേപോലെ ഇവിടെ നമുക്ക് കിട്ടിയ ഈ 2 എന്ന് പറഞ്ഞാൽ എന്റെ എഫിഷ്യൻസിയാണ്. എന്റെ എഫിഷ്യൻസിയാണ് 2 എന്ന് വെച്ചാൽ എ ഒരു ദിവസം 2 വർക്ക് ചെയ്യും. ബിന്റെ എഫിഷ്യൻസിയാണ് 3, അപ്പൊ ബി ഒരു ദിവസം 3 വർക്ക് ചെയ്യും. നമുക്ക് വേണ്ടത് എന്താ? എയും ബിയും ചേർന്നിട്ടാണ്. അപ്പൊ എയും ബിയും ചേർന്നിട്ടുള്ള എഫിഷ്യൻസി എത്ര വരും? എ ഒരു ദിവസം 2 വർക്ക് ചെയ്യും എന്ന് വെച്ചാൽ കല്ല് കിട്ടുന്നതാണെന്ന് എക്സാമ്പിൾ എടുത്തോ. എ ഒരു ദിവസം 2 കല്ല് കിട്ടും, ബി ഒരു ദിവസം 3 കല്ലും കിട്ടും. അപ്പൊ അവർ രണ്ടാളും കൂടി 2 + 3 5 കല്ല് കിട്ടും. അപ്പൊ എഫിഷ്യൻസി 5 ആയിരിക്കും എന്റെയും ബിന്റെ. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടി അറിയണം. വെറുതെ ബൈഹാർട്ട് പഠിക്കരുത്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ എത്ര വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്റെയും ബിന്റെ എഫിഷ്യൻസി 5 ആണ്. 5 ഇൻറ്റു 6 ചെയ്യുമ്പോൾ അല്ലേ 30? 5 ഇൻറ്റു 6 ചെയ്യുമ്പോഴാണ് 30 എന്ന് വെച്ചാൽ ഇവർ 6 ദിവസമായിരിക്കും എടുക്കുക. എന്ന് വെച്ചാൽ എയും ബിയും ചെയ്യുന്ന 6 ദിവസം കൊണ്ടായിരിക്കും ആ വർക്ക് തീർക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ ആൻസർ എന്താ? 6 ആണ്. പറഞ്ഞത് മനസ്സിലായോ? ഇവിടെ നമ്മൾ വർക്ക് ആദ്യം അസ്യൂം ചെയ്യുന്നു, LCM ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ 15 ഇൻറ്റു 2 ചെയ്താലാ 30. അതിന്റെ അർത്ഥം എന്റെ ഒരു ദിവസത്തെ എഫിഷ്യൻസി 2. അപ്പൊ 15 ദിവസം വർക്ക് ചെയ്താലാ 30 വർക്ക് തീരുക. ഒരു ദിവസം 2 എണ്ണം ചെയ്യുന്നുണ്ട്, 15 ദിവസം 30 ചെയ്യും. അതേപോലെ ബിന്റെ എഫിഷ്യൻസി 3 ആണ്. എന്റെയും ബിന്റെയും കൂടിയാ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ എപ്പോഴും എന്താ കണ്ടുപിടിക്കേണ്ടത് ശ്രദ്ധിക്കണം. ഇവിടെ എന്റെയും ബിന്റെയും കൂടി എത്ര ദിവസം എന്നാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്റെയും ബിന്റെയും കൂടി എഫിഷ്യൻസി 5 ആണ്. അപ്പൊ അവർ 6 ദിവസം വർക്ക് ചെയ്താലാണ് 30 വർക്ക് തീരുക. 5 ഇൻറ്റു 6 ആണ് 30. ഇനി ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. വർക്ക് ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച നമ്പർ ഓഫ് ഡേയ്സ് അല്ലേ? എത്ര ദിവസം കൊണ്ടാണ് ഇവർ വർക്ക് ചെയ്തത്. അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആണ്. ഇതൊന്ന് ഓർത്തിരിക്കുക എപ്പോഴും. ഇനിയോ വേറെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. നമ്പർ ഓഫ് ഡേയ്സ് ഇവിടെ കണ്ടുപിടിച്ച നമ്പർ ഓഫ് ഡേയ്സ് എത്ര ദിവസം കൊണ്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. വർക്ക് ബൈ എഫിഷ്യൻസി. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? 30 ആണ്. എഫിഷ്യൻസി എന്റെയും ബിന്റെയും കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്റെയും ബിന്റെയും കൂടിയുള്ള എഫിഷ്യൻസി എത്രയാ? 5 ആണ്. അപ്പൊ വർക്ക് ബൈ എഫിഷ്യൻസി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 6 എന്ന് കിട്ടും. 6 ആയിരിക്കും നമ്പർ ഓഫ് ഡേയ്സ്. ക്ലിയർ ആണോ? ഇനി ഞാൻ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാം. ഇതും നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് കിട്ടി നമ്പർ ഓഫ് ഡേയ്സ് ഇസ് ഈക്വൽ ടു എത്ര ദിവസം ഉണ്ട് ഇസ് ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി. ഓക്കെ. ഇനി ഈ എഫിഷ്യൻസിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വിചാരിച്ചു. അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു എഫിഷ്യൻസി ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വർക്ക് എന്ന് കിട്ടും. ആണല്ലോ? ഇത് ജസ്റ്റ് അങ്ങോട്ട് കൊണ്ടുപോകുന്നേ ഉള്ളൂ. നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു എഫിഷ്യൻസി ചെയ്താൽ വർക്ക് കിട്ടും. ഇനി ഈ ഒരു കാര്യത്തിൽ ഞാൻ എന്റെ കാര്യം എടുക്കാൻ വിചാരിച്ചു. എന്റെ നമ്പർ ഓഫ് ഡേയ്സ് 15 ആണ്. എന്റെ എഫിഷ്യൻസി 2 ആണ്. അത് ചെയ്താൽ നിങ്ങൾക്ക് 30 കിട്ടി. 30 ആണ് ടോട്ടൽ വർക്ക്. ഓക്കെ. ബിന്റെ നമ്പർ ഓഫ് ഡേയ്സ് 10 ആയിരുന്നു. ബിന്റെ എഫിഷ്യൻസി 3 ആണ്. 10 ഇൻറ്റു 3 ചെയ്താൽ 30 കിട്ടും. ടോട്ടൽ വർക്ക് 30 ആണ്. ഓക്കെ. ഇനി എന്റെയും ബിന്റെയും ചേർന്നിട്ടോ അവരുടെ എന്റെയും ബിന്റെയും ചേർന്നിട്ട് 6 ദിവസം കൊണ്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവരുടെ എഫിഷ്യൻസി 5 ആണ്. 6 ഇൻറ്റു 5 ചെയ്താൽ 30 കിട്ടും. ഇത് അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എഫിഷ്യൻസി ഈ നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു എഫിഷ്യൻസി ചെയ്യുമ്പോൾ ഈ കിട്ടുന്ന വർക്ക് എല്ലാ കേസിലും സെയിം ആണല്ലോ. ടോട്ടൽ വർക്ക് എപ്പോഴും സെയിം ആയിരിക്കും. അപ്പൊ ഇതും കൂടി നിങ്ങൾ ഓർക്കുക. നമ്പർ ഇൻറ്റു എഫിഷ്യൻസി, നമ്പർ ഓഫ് ഡേയ്സ് ടേക്കൺ ഇൻറ്റു എഫിഷ്യൻസി ഈസ് എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് ആണ് ഈ വർക്ക്. ഇവിടെ എല്ലാം ഒരേ വാല്യൂ അല്ലേ കിട്ടിയത്? അതാണ് ടോട്ടൽ വർക്ക്. ഈ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇവിടെ ഓർക്കേണ്ട 2 കാര്യമുള്ളത്. നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ വർക്ക് ബൈ എഫിഷ്യൻസി ആണ് ചെയ്യേണ്ടത്. ഇനി ഈ എഫിഷ്യൻസിനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്, ഇത് എന്ന് എടുക്കാം. എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ആണ് വർക്ക് ഡൺ. ദിസ് ഇസ് എ കോൺസ്റ്റന്റ്. ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ? ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോ എ എന്ന് പറയുന്ന ആള് അല്ല വേണ്ട, എ പ്ലസ് ബി ഇങ്ങനെ തന്നു വിചാരിച്ചോ. എ പ്ലസ് ബി 6 ദിവസം കൊണ്ട് ഒരു വർക്ക് ചെയ്യുന്നു. എ പ്ലസ് ബി ചേർന്നിട്ട് എയും ബിയും ചേർന്നിട്ട് 6 ദിവസം കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. എ ഒറ്റയ്ക്കാണെങ്കിൽ ആ വർക്ക് 10 ദിവസം കൊണ്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബി എത്ര ദിവസം കൊണ്ട് ആ വർക്ക് ചെയ്യും? ഇതൊന്ന് ചെയ്തേ.
ഓക്കെ. ഞാൻ ആക്ച്വലി നേരത്തെ ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചു ചോദിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് തന്നതെങ്കിൽ എങ്ങനെ ചെയ്യും? സെയിം രീതിയിൽ ചെയ്യാം. എ പ്ലസ് ബി ചേർന്നിട്ട് 6 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. എ ഒറ്റയ്ക്കാണെങ്കിൽ 10 ദിവസം കൊണ്ടാണ് വർക്ക് ചെയ്യുക. ഇതാണ് തന്നത്. അപ്പൊ എഗെയിൻ നിങ്ങൾ ടോട്ടൽ വർക്ക് 6ന്റെയും 10ന്റെയും LCM ആയിട്ട് എടുക്കുക. ഇനി LCM പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ മറ്റേ LCM കണ്ടുപിടിക്കാൻ പ്രൈം ഫാക്ടറൈസേഷൻ ഒക്കെ ഇങ്ങനെ ചെയ്യല്ലോ. അതിന്റെ ആവശ്യമില്ലാണ്ട് LCM പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്യുക? 6ന്റെയും 10ന്റെയും ഏറ്റവും വലിയ നമ്പർ എടുക്കുക. 10. ഓക്കെ, 10 6ന്റെയും 10ന്റെയും ഏറ്റവും വലിയ നമ്പർ. 10 6ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ 10ന്റെ അടുത്ത മൾട്ടിപ്പിൾ നോക്കുക. 10ന്റെ അടുത്ത മൾട്ടിപ്പിൾ 20. 20 6ന്റെ മൾട്ടിപ്പിൾ അല്ല. 10ന്റെ അടുത്ത മൾട്ടിപ്പിൾ എന്താ? 30. 30 6ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 30 ആയിരിക്കും LCM. ക്ലിയർ ആണോ പറഞ്ഞത്? അങ്ങനെ നമുക്ക് 30 എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ 6 × 5 ചെയ്താലാണ് 30. 10 × 3 ചെയ്താലാണ് 30. അപ്പൊ എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി 5 ആണ്. എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി 5 ആണ്. എന്റെ എഫിഷ്യൻസി 3 ആണ്. പക്ഷെ നമുക്ക് ബിന്റെ മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത്. ബി ഒറ്റയ്ക്ക് ആ വർക്ക് എത്ര ചെയ്യുന്ന നോക്കേണ്ടത്. അപ്പൊ എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി 5 കിട്ടി. അതിന്റെ അർത്ഥം എന്താ? എ പ്ലസ് ബി ചേർന്നിട്ട് ഒരു ദിവസം 5 വർക്ക് ചെയ്യും. എ ഒറ്റയ്ക്കാണെങ്കിൽ 3 വർക്ക് ചെയ്യും. അപ്പൊ ബിന്റെ എഫിഷ്യൻസി എന്തായിരിക്കും? 5 - 3 2 ആയിരിക്കും ബിന്റെ എഫിഷ്യൻസി അല്ലെ. എ പ്ലസ് ബി ആണ് 5, എ 3 ആണ്. അപ്പൊ ബി മാത്രം എത്രയാന്ന് ചോദിച്ചാൽ 5 - 3 2 ആയിരിക്കും. 2 × 15 ചെയ്യുമ്പോഴാണ് 30. അപ്പോൾ ആൻസർ ബി 15 ദിവസം എടുക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാം, നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കാൻ വർക്ക് ബൈ എഫിഷ്യൻസി ചെയ്താൽ മതി. ഇവിടെ ടോട്ടൽ വർക്ക് 30 ആണ്. ബിന്റെ എഫിഷ്യൻസി 2 ആണ്. അപ്പൊ 30/2 ചെയ്താലും നിങ്ങൾക്ക് 15 തന്നെ ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ഒരു ക്വസ്റ്റ്യനും കൂടി ഞാൻ തരാം. അതായത് ഈ മോഡലിലാണ് എ പ്ലസ് ബി ചേർന്നിട്ട് 10 ദിവസം കൊണ്ട് ഒരു വർക്ക് ചെയ്യുന്നു. ഓക്കെ. ബിയും സിയും ചേർന്നിട്ട് 12 ദിവസം കൊണ്ട് ഒരു വർക്ക് ചെയ്യും. ഓക്കെ. എയും സിയും ചേർന്നിട്ടാണെങ്കിൽ 15 ദിവസം കൊണ്ടാണ് ആ വർക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എയും ബിയും സിയും ചേർന്നിട്ട് എത്ര ദിവസം കൊണ്ട് ഈ വർക്ക് ചെയ്യും? ഇതൊന്ന് കണ്ടുപിടിച്ചേ. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? എയും ബിയും ചേർന്നിട്ട് 10 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. ബിയും സിയും ചേർന്നിട്ട് 12 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. എയും സിയും ചേർന്നിട്ട് 15 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എയും ബിയും സിയും ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് ആ വർക്ക് ചെയ്യും? ട്രൈ ചെയ്തേ. ഓക്കെ. അപ്പൊ ഈ മോഡൽ എങ്ങനെ വന്നാലും ഇപ്പൊ ഈ 3 എണ്ണത്തിലും നമ്മൾ ഏതെങ്കിലും രീതിയിൽ ആദ്യം ഡേയ്സ് പറഞ്ഞിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണല്ലോ. ഈ 3 ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ഇതിപ്പം ഞാൻ പറഞ്ഞ അതേ രീതിയിൽ ചെയ്താൽ മതി. LCM എടുത്ത് ചെയ്താൽ മതി. പക്ഷെ അതിൽ ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. എസ്പെഷ്യലി ഈ ക്വസ്റ്റ്യനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. അപ്പൊ ഇതിൽ എങ്ങനെയാ ചെയ്യുന്നത്? നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്യുന്നു. എ പ്ലസ് ബി ചേർന്നിട്ട് 10 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. ബി പ്ലസ് സി ചേർന്നാൽ 12 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. എ പ്ലസ് സി ചേർന്നാൽ 15 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും.
അപ്പൊ ഇതിന്റെ മൂന്നിന്റെ LCM ആദ്യം കണ്ടുപിടിക്കുന്നു. അതായിരിക്കും ടോട്ടൽ വർക്കായിട്ട് നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്നത്. അപ്പൊ 10ന്റെയും 12ന്റെയും 15ന്റെ LCM എന്താ? അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു ഐഡിയ ഉണ്ട്. ഏറ്റവും വലിയ നമ്പർ എടുക്കുക 15. 15 12ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ 15ന്റെ അടുത്ത മൾട്ടിപ്പിൾ നോക്കുക 30. 30 12ന്റെ മൾട്ടിപ്പിൾ അല്ല. അടുത്ത മൾട്ടിപ്പിൾ നോക്കുക 45. 45ഉം 12ന്റെ മൾട്ടിപ്പിൾ അല്ല. അടുത്ത മൾട്ടിപ്പിൾ നോക്കുക 60. 60 12ന്റെ മൾട്ടിപ്പിൾ ആണ്. 10ന്റെയും മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 60 ആയിരിക്കും LCM. ഓക്കെ, 60 ആണ് LCM. അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കുക, ഭയങ്കര കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആണ് 10ഉം 12ഉം 15ഉം. 10ഉം 12ഉം 15ഉം ഒക്കെ വന്ന LCM 60 ആയിരിക്കും എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവും 60 ആണ്. അതേപോലെ തന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേറൊരു സാധനമാണ് 24ഉം 20ഉം ഒക്കെ. 24ന്റെയും 20ന്റെയും LCM എന്താ വരിക? 120 വരിക. കാരണം 24 × 5 ആണ് 120, 20 × 6 ആണ് 120. അപ്പൊ 24 വരികയാണെങ്കിൽ 120 വരാൻ ചാൻസ് ഉണ്ട് LCM. അപ്പൊ ഇതൊന്നും ഓർത്തിരിക്കുക. പറയാൻ കാരണം എന്താ വെച്ചാൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില മീൻസ് നമ്പേഴ്സ് ആണ്. ഇങ്ങനെ ഡേയ്സ് വെച്ച് ചോദിക്കുമ്പോൾ ചില നമ്പേഴ്സ് ആണ് ഇതൊക്കെ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊന്ന് ഓർത്താൽ മതി. ശരി, അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ ചെയ്തു. ടോട്ടൽ വർക്ക് 60 ആണ് അസ്യൂം ചെയ്യുന്നു. 10 × 6 ആണ് 60, 12 × 5 ആണ് 60, 15 × 4 ആണ് 60. എന്ന് വെച്ചാൽ A + B യുടെ എഫിഷ്യൻസി 6 ആണ്, B + C യുടെ എഫിഷ്യൻസി 5 ആണ്, A + C യുടെ എഫിഷ്യൻസി 4 ആണ്. അപ്പൊ ഇതില് നമ്മൾ ഇത് മൂന്നും കൂട്ടി എന്ന് വിചാരിച്ചു. 6ഉം 5ഉം 4ഉം കൂട്ടി. 6ഉം 5ഉം 4ഉം കൂട്ടി എത്ര വരും? 6ഉം 5ഉം 11, 11 + 4 15 എന്ന് വരും. ഈ 15 എന്ന് കിട്ടിയ എഫിഷ്യൻസി ആരുടെ എഫിഷ്യൻസി? ആക്ച്വലി നമ്മൾ എന്താ ചെയ്തത്? ഇത് മൂന്നും കൂട്ടല്ലേ ചെയ്തേ. അപ്പൊ നിങ്ങൾ ഇത് മൂന്നൊന്ന് കൂട്ടിക്കേ. ഇവിടെ ഇതിനകത്ത് A ചെയ്യുന്ന വർക്ക് ഇൻക്ലൂഡഡ് ആണ്. കാരണം അത് Aയും Bയും ചേർന്നിട്ടാണ് ഒരു 6 വർക്ക് ചെയ്യുന്നത് അല്ലെ? അപ്പൊ A ഇൻക്ലൂഡഡ്. അതേപോലെ ഇവിടെ A ഇൻക്ലൂഡഡ് അല്ലേ? ഇവിടെ A + C ചേർന്നിട്ടാണ് 4 വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ A ഇൻക്ലൂഡഡ് ആ. അപ്പൊ ഇത് ഞാൻ മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോൾ A ഡബിൾ കൗണ്ട് ആവുന്നുണ്ട്. ഇവിടുത്തെ Aയും വരുന്നുണ്ട്, ഇവിടുത്തെ Aയും വരുന്നുണ്ട്. അതേപോലെ Bയും ഡബിൾ കൗണ്ട് ആവുന്നുണ്ട്. ഇവിടെ B ഉണ്ട്, ഇവിടെയും B ഉണ്ട്. അതേപോലെ സിയും ഡബിൾ കൗണ്ട് ആവുന്നുണ്ട്. അപ്പൊ ശരിക്കും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 15 എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്താ? A + B + C യുടെ എഫിഷ്യൻസിയാ വേണ്ടത്. അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പൊ A + B + C യുടെ എഫിഷ്യൻസിയാ വേണ്ടത്. അപ്പൊ ശരിക്കും നിങ്ങൾ ഇത് മൂന്നും കൂട്ടിയാൽ 2 ടൈംസ് A + B + C അല്ലേ കിട്ടുക? കാരണം A 2 തവണ വന്നു, B 2 തവണ വന്നു, സിയും 2 തവണ വന്നു. അപ്പൊ 2 ടൈംസ് A + B + C നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ ശരിക്കും ഇവരുടെ മൂന്നാളുടെ എഫിഷ്യൻസി എന്തായിരിക്കും? 15/2 ആയിരിക്കും. മനസ്സിലായോ? 15 ആണ് ആഡ് ചെയ്യുമ്പോൾ ചുമ്മാ കിട്ടുന്നത്. പക്ഷെ ആ 15ൽ എല്ലാവരും ഡബിൾ കൗണ്ടഡ് ആവുന്നുണ്ട്. പക്ഷെ നമുക്ക് A + B + C മതി, ഡബിൾ കൗണ്ട് വേണ്ട. അതുകൊണ്ട് /2 ചെയ്യണം. മനസ്സിലായോ? A + B + C യുടെ എഫിഷ്യൻസി 15/2 ആണ്, അല്ലെങ്കിൽ 7.5 ആണ്. എങ്ങനെ വേണം ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഒന്നെങ്കിൽ 7.5 × എത്ര ചെയ്യുമ്പോഴാണ് 60 കിട്ടുന്നതെന്ന് ഓർത്താൽ മതി. ഒന്നെങ്കിൽ അങ്ങനെ ആലോചിക്കാം, അല്ലെങ്കിൽ 15/2 × എന്ത് ചെയ്താലാ 60 കിട്ടുന്നത് നോക്കാം. അതായിരിക്കും ആൻസർ. ശരിക്കും 15 × 4 അല്ലേ? 15 × 4 60. അപ്പൊ 7.5 × അതിന്റെ ഇരട്ടി ആയിരിക്കും, 8 ആയിരിക്കും. ഒന്നെങ്കിൽ അങ്ങനെ എടുക്കാം, അപ്പൊ 8 days ആയിരിക്കും എടുക്കുക. അല്ലെങ്കിൽ നമുക്കറിയാം നമ്പർ ഓഫ് ഡേയ്സ് ഈസ് ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി അല്ലെ? അപ്പൊ വർക്ക് എത്രയാ? 60 ആണ്. എഫിഷ്യൻസി 15/2 ആണ്. അപ്പൊ 60/15/2 എന്ന് വരും. അപ്പൊ ശരിക്കും ഈ /2 മേലേക്ക് പോകും. അപ്പൊ എന്താവും? 60/15 × 2 എന്നാവും. 60/15 4, 4 × 2 8. അങ്ങനെ ചെയ്താലും 8 എന്ന് കിട്ടും. ഇത് ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഇത്രയും 3 ക്വസ്റ്റ്യനും, നമ്മളിപ്പം ചെയ്ത 3 ക്വസ്റ്റ്യനും നമ്മൾ ഏകദേശം ഒരേ രീതിയിൽ തന്നെ ചെയ്തേ. പക്ഷെ ചെറിയ മാറ്റങ്ങൾ. നിങ്ങൾക്ക് എന്ത് എഫിഷ്യൻസിയാ വേണ്ടത്? ഇവിടെ A + B + C യുടെ എഫിഷ്യൻസിയാ വേണ്ടത്. അതിനനുസരിച്ച് കണ്ടുപിടിക്കണം. തൊട്ട മുന്നത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ബിന്റെ എഫിഷ്യൻസി ആയിരുന്നു വേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് അവിടെ കണ്ടുപിടിക്കണം. മനസ്സിലായോ? എന്താണോ വേണ്ടത് അവരുടെ എഫിഷ്യൻസി കറക്റ്റ് നോക്കിയിട്ട് അവിടെ തെറ്റിക്കാതിരുന്നാൽ മാത്രം മതി. ബാക്കി എല്ലാം ഒരേപോലെയാണ്. ക്ലിയർ ആണോ? ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഇതാണ് ഫസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. എഫിഷ്യൻസിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്യും ക്വസ്റ്റ്യനിൽ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് രണ്ടാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പൊ അതിനകത്ത് ഞാനൊരു ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, അതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഞാൻ പറയാണ്, ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. A is twice as efficient as B. A is twice as efficient as B. ഇതൊന്ന് നിങ്ങളൊന്ന് ചെയ്യണേ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് പറയാണ് A ഒറ്റയ്ക്കാണെങ്കിൽ 15 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ Aയും Bയും ചേർന്നിട്ട് എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യും? ഇതൊന്ന് കണ്ടുപിടിച്ചേ. അപ്പൊ ഇവിടെ എഫിഷ്യൻസിനെ കുറിച്ച് എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഇവിടെ പറഞ്ഞ എന്താണ്?
എഫിഷ്യൻസിനെ കുറിച്ച് എന്തെങ്കിലും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്? എന്താ പറഞ്ഞത്? എ ഈസ് ട്വൈസ് ആസ് എഫിഷ്യന്റ് ആസ് ബി. എ ഈസ് ട്വൈസ് ആസ് എഫിഷ്യന്റ് ആസ് ബി എന്ന് പറഞ്ഞു. എ 15 ദിവസം കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എയും ബിയും ചേർന്നിട്ട് എത്ര ദിവസം കൊണ്ട് വർക്ക്? ഒന്ന് ട്രൈ ചെയ്തേ. ഓക്കെ, നിങ്ങൾക്ക് ഇത് ആക്ച്വലി രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആക്കിയിട്ട് ആക്ച്വലി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വേറൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം, കുറച്ചുകൂടി എളുപ്പത്തിലും. അത് എഫിഷ്യൻസിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ ക്വസ്റ്റ്യൻ ആണെങ്കിലാണ് ഈ രീതിയിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പൊ ആക്ച്വലി എഫിഷ്യന്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ? എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? അപ്പൊ ഞാൻ പറയാണ്, ഒരാള് വേറൊരാളെക്കാട്ടും 2 times എഫിഷ്യന്റ് ആണ് എന്ന് വെച്ചാൽ അയാള് പകുതി സമയം കൊണ്ട് പണി ചെയ്യൂലേ? ഉദാഹരണത്തിന് ഒരു കല്ല് കെട്ടുന്ന ജോലി എന്ന് വിചാരിച്ചോ. ഒരു ദിവസം 20 കല്ല് കെട്ടും, ബി ഒരു ദിവസം 40 കല്ല് കെട്ടും എന്ന് വിചാരിച്ചോ. ബി എനെക്കാട്ടും ട്വൈസ് ഇരട്ടി എഫിഷ്യന്റ് ആണ്, അതുകൊണ്ടാണ് ബി ഇരട്ടി കല്ല് കെട്ടുന്നത്. അപ്പൊ ഞാൻ ബിനെയാണ് വർക്ക് ഏൽപ്പിക്കുന്നെങ്കിൽ എത്ര സമയം കൊണ്ട് ചെയ്യോ അതിന്റെ പകുതി സമയം കൊണ്ട് ബി ചെയ്യൂലേ? എഫിഷ്യൻസി കൂടുമ്പം നമ്പർ ഓഫ് ഡേയ്സ് കുറയില്ലേ? അല്ലെ? നിങ്ങൾ ഭയങ്കര എഫിഷ്യന്റ് ആണ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പഠിക്കും, അല്ലെ? അപ്പൊ എഫിഷ്യൻസി കൂടുമ്പോൾ പണി വേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ എഫിഷ്യൻസി കൂടുതലാണെങ്കിൽ വർക്ക് വേണ്ടി വരും. ആ ഒരു കാര്യം ഇവിടെ ഓർക്കണം. അതാണ് എഫിഷ്യൻസിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്ന നമുക്ക് നോക്കാം. എ ട്വൈസ് ആസ് എഫിഷ്യന്റ് ആസ് ബി ആണ്. എ ആണ് എഫിഷ്യൻസി കൂടുതൽ, എക്ക് എഫിഷ്യൻസി കൂടുതലാ, ഇരട്ടി കൂടുതലാ എക്ക് എഫിഷ്യൻസി. അപ്പൊ എ ആണ് പെട്ടെന്ന് ചെയ്യുക പണി, അല്ലെ? അപ്പൊ എ 15 ദിവസം കൊണ്ടാണ് പണി ചെയ്യുന്നതെങ്കിൽ ബി എത്ര ദിവസം കൊണ്ട് പണി ചെയ്യും? 30 ദിവസം എടുക്കില്ലേ? കാരണം എ ആണ് എഫിഷ്യൻസി, എ ഇരട്ടി എഫിഷ്യന്റ് ആണ്. അപ്പൊ ബി എത്ര ദിവസം എടുക്കുന്നോ അതിന്റെ പകുതി ദിവസം എ എടുക്കും. അപ്പൊ ബി എടുക്കുന്ന 15 ദിവസമാണ്, ബി 30 ദിവസമാണ്. അപ്പൊ ഇതിപ്പോ പഴയ പോലെ ആയില്ലേ ക്വസ്റ്റ്യൻ? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഇത് എന്ത് ചെയ്താൽ മതി? എ 15 ദിവസം കൊണ്ട് പണി ചെയ്യുന്നു, ബി 30 ദിവസം കൊണ്ട് പണി ചെയ്യുന്നു. ഇവരുടെ LCM 30 തന്നെ വരും, കാരണം 30 15ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ LCM 30. അപ്പൊ നമ്മൾ വർക്ക് 30 ആണെന്ന് അസ്യൂം ചെയ്യുന്നു. 15 × 2 ആണ് 30, 30 × 1 ആണ് 30. അപ്പൊ എന്റെ എഫിഷ്യൻസി 2, ബിന്റെ എഫിഷ്യൻസി 1. നമുക്ക് വേണ്ടത് എന്റെയും ബിന്റെയും കൂടി നമ്പർ ഓഫ് ഡേയ്സ് ആണ്. അപ്പൊ എന്റെയും ബിന്റെയും കൂടി എഫിഷ്യൻസി 2 + 1 3 ആയിരിക്കും. 3 × 10 ചെയ്യുമ്പോഴാണ് 30. അപ്പൊ 10 ആയിരിക്കും ആൻസർ കിട്ടുക. നമ്പർ ഓഫ് ഡേയ്സ് 10 കിട്ടും. ഇതാണ് ഒരു രീതി. ഇത് നമ്മൾ നേരത്തെ പോലെ ആക്കിയിട്ട് ചെയ്യാം. പക്ഷെ ഈ എഫിഷ്യൻസിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലത്, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യാൻ വലിയ പ്രശ്നമല്ല, പക്ഷെ എനി ക്വസ്റ്റ്യൻ എഫിഷ്യൻസിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ, ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും എഫിഷ്യൻസി അസ്യൂം ചെയ്യാം. എഫിഷ്യൻസി എന്ത് ചെയ്യുക? അസ്യൂം ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ അസ്യൂം ചെയ്യാം, ഇഷ്ടമുള്ള വാല്യൂ അസ്യൂം ചെയ്യാം. ഓക്കെ, അതായത് എ ഈസ് ട്വൈസ് ആസ് എഫിഷ്യന്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ് എന്ന് എടുക്കാം, എ എന്ന് എടുക്കാം, 1 എന്ന് എടുക്കാം, 10 എന്ന് എടുക്കാം, 20 എന്ന് എടുക്കാം, എന്ത് വേണം എടുത്താലും ഓക്കെയാണ്. അപ്പൊ ഇവിടെ എളുപ്പത്തിൽ എ ട്വൈസ് ആസ് എഫിഷ്യന്റ് ആസ് ബി എന്ന് വെച്ചാൽ ബിന്റെ എഫിഷ്യൻസി എത്രയാണോ അതിന്റെ ഇരട്ടിയാണ് എന്റെ എഫിഷ്യൻസി ആണല്ലോ. അപ്പൊ ഞാൻ ചുമ്മാ പറയാണ് ബിന്റെ എഫിഷ്യൻസി 1 ആണ്, അങ്ങനെയാണ് എന്റെ എഫിഷ്യൻസി 2 അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, എ ട്വൈസ് ആസ് എഫിഷ്യന്റ്. അപ്പൊ ബിക്ക് എന്ത് കൊടുക്കുന്നു അതിന്റെ ഇരട്ടി എക്ക് കൊടുക്കുക. ഇതാണ് അവരുടെ എഫിഷ്യൻസി എന്ന് വെറുതെ അസ്യൂം ചെയ്യുക. ഇനി ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞായിരുന്നു, എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ആണ് വർക്ക് ഡൺ, ഓർ ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ഇത് ഓർമ്മല്ലേ ഞാൻ പറഞ്ഞേ? എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഇസ് എ കോൺസ്റ്റന്റ്. ഇത് എന്തുകൊണ്ടാണ് എങ്ങനെ വരുന്നത്? ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു എഫിഷ്യൻസി കൂടുമ്പം നമ്പർ ഓഫ് ഡേയ്സ് കുറയും, അല്ലെ? ഒരാൾ കൂടുതൽ എഫിഷ്യൻസി ആണെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് കുറയും. അപ്പൊ എഫിഷ്യൻസി ആക്ച്വലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഡേയ്സ് അല്ലേ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ കൂടുമ്പോൾ മറ്റേ ആൾ കുറയുകയാണെങ്കിൽ.
എഫിഷ്യൻസി കൂടുമ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് കുറയും. അപ്പൊ എഫിഷ്യൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഡേയ്സ്. ഇനി ഈ പ്രൊപ്പോർഷണൽ സൈന് മാറ്റാൻ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? പണ്ട് കാലത്തൊക്കെ നമ്മൾ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആക്സിലറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ പ്രൊപ്പോർഷണൽ സൈന് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താക്കിയാം? ഇ ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് കെ ഇൻറ്റു 1/n എന്നാക്കാം. ഇനി ഈ എന്നിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എഫിഷ്യൻസി ഇൻറ്റു എൻ ഈസ് എ കോൺസ്റ്റന്റ്. ഇങ്ങനെയാണ് ഇത് കോൺസ്റ്റന്റ് എന്ന് സംഭവിക്കുന്നത്. അപ്പൊ എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് എപ്പോഴും കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് ആണ് എന്ത്? ടോട്ടൽ വർക്ക്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പൊ എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഇസ് എ കോൺസ്റ്റന്റ്. ഇത് ഓർക്കുക. ഇത് വെച്ച് ഇവിടെ ചെയ്യാം. ഇവിടെ ബിന്റെ എഫിഷ്യൻസി 1 ആണെന്നും എന്റെ എഫിഷ്യൻസി 2 ആണെന്നും നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്റെയും ബിന്റെയും കൂടി എഫിഷ്യൻസി എത്രയാ വരിക? 1 + 2 3 ആയിരിക്കും. ഇതൊക്കെ നമ്മൾ അസ്യൂം ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ. ഇനി ഞാൻ ഈ ഒരു സാധനം ഇവിടെ ഉപയോഗിക്കാൻ പോവാണ്. എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഇസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ഞാൻ ആദ്യം എന്റെ കാര്യം എടുക്കാം. എന്റെ എഫിഷ്യൻസി 2 ആണ്. എ എടുക്കുന്ന ടൈം 15 ആണ്. അപ്പൊ 2 × 15 അതാണ് എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഫോർ എന്റെ കാര്യം. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇനി ബിന്റെ കാര്യം നോക്കാം. ബിന്റെ എഫിഷ്യൻസി 1 ആണ്. ബി എത്ര ദിവസം എടുക്കുന്നു നമുക്ക് അറിയില്ല. അപ്പൊ ടൈം ടേക്കൺ ബൈ ബി, അത് ഞാൻ ടി ബി എന്ന് കൊടുത്തു. ദാറ്റ് ഇസ് ഓൾസോ ഈക്വൽ ടു, കാരണം ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ്, എ പ്ലസ് ബിയുടെ കാര്യം. എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി 3 ആണ്. ഓക്കെ, 3 ആണ് ഇൻറ്റു ടൈം ടേക്കൺ ബൈ എ പ്ലസ് ബി. ഞാൻ ടി എന്ന് കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് ഇവിടുന്ന് എല്ലാം കിട്ടൂലേ? ഇപ്പൊ ടി ആണ് ചോദിച്ചെങ്കിൽ, ഐ മീൻ ടി ബി ആണ് ചോദിച്ചത്, ബി എടുക്കുന്ന ടൈമാ ചോദിച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പൊ 2 × 15 ഇസ് ഈക്വൽ ടു 1 × ടി ബി. അപ്പൊ ടി ബി എന്ന് പറയുന്നത് 30 എന്ന് കിട്ടും. ടൈം ടേക്കൺ ബൈ ബി 30 ആണ്. ഓക്കെ ആണ്. ഇനി 2 × 15 ഇസ് ഈക്വൽ ടു 3 × ടി. അത് ചെയ്താൽ നിങ്ങൾക്ക് ടി കിട്ടും. 2 × 15/3. അപ്പോൾ എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. അപ്പൊ ടൈം ടേക്കൺ ബൈ എ പ്ലസ് ബി എന്താണ്? 10 ആണ്. ക്ലിയർ ആണോ? അപ്പൊ എഫിഷ്യൻസിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എഫിഷ്യൻസി അസ്യൂം ചെയ്യണം. എഫിഷ്യൻസി അസ്യൂം ചെയ്തതിന് ശേഷം എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഇസ് എ കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടും. സെറ്റ് ആണോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ തരാം. അതിൽ ഞാൻ ഒന്നും കൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. ഇതൊന്ന് ചെയ്യാൻ നിങ്ങൾ. അഗെയിൻ ഞാൻ പറയാണ്, എ ഈസ് ട്വൈസ് ആസ് എഫിഷ്യന്റ് ആസ് ബി. ഓക്കെ. എന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പറയാണ്, എ പ്ലസ് ബി ചേർന്നിട്ട് 12 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. എ പ്ലസ് ബി, എയും ബിയും ചേർന്നിട്ട് 12 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എ എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യുമെന്ന് കണ്ടുപിടിക്കണം. എ ഒറ്റയ്ക്കാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യും? ബി ഒറ്റയ്ക്കാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യും? ഇതൊന്ന് കണ്ടുപിടിച്ചേ. ഓക്കെ. ഓക്കെ. ഇവിടെ എഫിഷ്യൻസിനെ കുറിച്ച് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഏറ്റവും നല്ലത് എഫിഷ്യൻസി ആദ്യം അങ്ങ് അസ്യൂം ചെയ്യും. അതാണ് ഏറ്റവും നല്ലത്. എന്ത് ചെയ്യണം? എ ഇസ് നേരത്തെ പോലെ തന്നെയാണ്. എ ഇസ് ട്വൈസ് ആസ് എഫിഷ്യന്റ് ആസ് ബി ആണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ചുമ്മാ ആദ്യം എഫിഷ്യൻസി അസ്യൂം ചെയ്യാം. അപ്പൊ ബിന്റെ എഫിഷ്യൻസി ഞാൻ 1 എന്ന് അസ്യൂം ചെയ്താൽ എന്റെ എഫിഷ്യൻസി 2 ആയിരിക്കും. കാരണം എ ഇസ് ട്വൈസ് ആസ് എഫിഷ്യന്റ് ആസ് ബി. ബി എത്രയാണോ അതിന്റെ ഇരട്ടിയാണ് എ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി എന്താ? എൻ്റെത് 2 ആണ്, ബിൻ്റെത് 1 ആണ്. എ പ്ലസ് ബിയുടേത് 3 ആയിരിക്കും. 1 + 2 3. സെറ്റ് ആണല്ലോ? അപ്പൊ ഇവിടെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എഫിഷ്യൻസി ഇൻറ്റു ടൈം ഇസ് എ കോൺസ്റ്റന്റ്. അത് ആ കോൺസ്റ്റന്റ് ആണ് ടോട്ടൽ വർക്ക്. അപ്പൊ എഫിഷ്യൻസി ഇൻറ്റു ടൈം ഇസ് എ കോൺസ്റ്റന്റ്. അപ്പൊ എന്റെ കേസ് എടുത്താൽ എന്റെ എഫിഷ്യൻസി 2 ആണ്. എ എടുക്കുന്ന ടൈം നമുക്ക് അറിയില്ല.
അപ്പൊ 2 into TA is a constant. That is equal to ബിന്റെ കേസ് പറയുകയാണെങ്കിൽ ബിന്റെ എഫിഷ്യൻസി 1 ആണ്, ബി എടുക്കുന്ന ടൈം നമുക്കറിയില്ല, ഞാൻ ടി ബി എന്ന് കൊടുക്കും. ഇനി എ പ്ലസ് ബിയുടെ കേസ് പറയുകയാണെങ്കിൽ എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി 3 ആണ്, എ പ്ലസ് ബി എടുക്കുന്ന ടൈം 12 ആണ്. അന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതാണ് ക്വസ്റ്റ്യനിൽ തന്നത്. അപ്പൊ ഇത് ഇക്വേറ്റ് ചെയ്താൽ നേരത്തെ പോലത്തെ ആൻസർ കിട്ടും അല്ലെ. അപ്പൊ 2 into TA is equal to 3 into 12 എന്ന് പറഞ്ഞാൽ 36. അപ്പൊ ഇതും ഈക്വൽ ടു 36 ആണ്, ഇതും ഈക്വൽ ടു 36 ആണ്. മനസ്സിലായോ? അപ്പൊ 2 into TA 36 ആണെങ്കിൽ TA എന്ത് കിട്ടും? 18 എന്ന് കിട്ടും. 1 into TB 36 ആണെങ്കിൽ TB എന്ത് കിട്ടും? 36 എന്ന് കിട്ടും. അപ്പൊ ടൈം ടേക്കൺ ബൈ ബി 36ഉം ടൈം ടേക്കൺ ബൈ എ 18. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ എഫിഷ്യൻസിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ എഫിഷ്യൻസി ആദ്യം അസ്യൂം ചെയ്യുക, എന്നിട്ട് എഫിഷ്യൻസി ഇൻറ്റു ടൈം ഇസ് എ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ഡേയ്സ്. എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഇസ് എ കോൺസ്റ്റന്റ്. ആ ഒരു കാര്യം എടുത്തിട്ട് അങ്ങ് ചെയ്താൽ മതി. ക്ലിയർ ആണോ? ഓക്കെ, ഇതിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഞാൻ തരാം. ഒരു ക്വസ്റ്റ്യൻ അല്ല, ഞാൻ പറഞ്ഞു എഫിഷ്യൻസി നിങ്ങൾ അസ്യൂം ചെയ്യണം. അപ്പൊ ഈ കേസിൽ നമ്മൾ ഇത്രയും നേരം ചെയ്തത് എ ഈസ് ട്വൈസ് ആസ് എഫിഷ്യന്റ് ആസ് ബി, ഇങ്ങനെയൊക്കെ തന്നതായിരുന്നു. അപ്പൊ എ ഈസ് ട്വൈസ് ആസ് എഫിഷ്യന്റ് ആസ് ബി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എക്ക് 2 ആണെന്നും ബിക്ക് 1 ആണെന്നും അസ്യൂം ചെയ്തു. ഇതാണ് നമ്മൾ ഇത്രയും നേരം ചെയ്തത്. ഇനിയിപ്പോ എ ഈസ് ത്രൈസ് ആസ് എഫിഷ്യന്റ് ആസ് ബി എന്ന് പറഞ്ഞാലോ, എ ഈസ് ത്രൈസ് ആസ് എഫിഷ്യന്റ് ആസ് ബി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എക്ക് 3ഉം ബിക്ക് 1ഉം കൊടുക്കേണ്ടി വരും. അതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. ഇനി എ ഈസ് 1.5 ടൈംസ് എഫിഷ്യന്റ് ആസ് കമ്പയർഡ് ടു ബി എന്ന് പറഞ്ഞാൽ എക്ക് 1.5ഉം എക്ക് അപ്പം 1.5ഉം ബിക്ക് അപ്പം 1 എന്നും കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2ന്നും ഇത് 3ന്നും എടുക്കാം. കാരണം ഇതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ആവും, ഇതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 3 ആവും. അപ്പൊ ഡെസിമൽ പോയിന്റ് മാറ്റണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, 2 3 എന്ന് എടുത്താലും ഓക്കെ ആണ്. ഓക്കെ, അത് ഓർക്കുക. 1.5 ടൈംസ് എന്ന് പറയുകയാണെങ്കിൽ ബി 1ഉം എ 1.5 ആണ് വരേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എഫിഷ്യൻസി ഒരേ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസറിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പം ഡെസിമൽ മാറ്റാൻ വേണമെങ്കിൽ 2 വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇത് 2 നാവും ഇത് 3 നാവും, അങ്ങനെ എടുത്താലും മതി. ഇനി ഇതിലൊരു കൺഫ്യൂഷൻ വരാനുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ പറയാൻ വിചാരിച്ചോ, എ ഈസ് ഓക്കെ, 2 കേസ് പറയാം, ഒരു ഫസ്റ്റ് കേസ് സെക്കൻഡ് കേസ്. എ ഈസ് ഞാൻ ഇങ്ങനെ പറയാണ് 25% മോർ എഫിഷ്യന്റ് കമ്പയർഡ് ടു ബി. ഇപ്പൊ നമ്മൾ പെർസെന്റേജ് ഞാൻ പറഞ്ഞുതരും, പെർസെന്റേജ് കുറച്ച് ഇമ്പോർട്ടൻസ് സാധനങ്ങൾ പറയും, അപ്പൊ പെർസെന്റേജ് കുറച്ചുകൂടി മനസ്സിലാവും. എനിവേ ഈ ഒരു കാര്യം ഇതിൽ ഓർത്തിരിക്കുക. ഓക്കെ, എ ഈസ് 25% മോർ എഫിഷ്യന്റ് കമ്പയർഡ് ടു ബി, ഇങ്ങനെ പറഞ്ഞു. രണ്ടാമത്തെ കേസിൽ ഞാൻ പറയാണ് എ ഈസ് 25% എഫിഷ്യന്റ് കമ്പയർഡ് ടു ബി. ഇങ്ങനെ 2 കേസ് പറയാന്ന് വിചാരിച്ചു. ബാക്കി നേരത്തെ ചെയ്ത പോലത്തെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എഫിഷ്യൻസിനെ കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എഫിഷ്യൻസി അസ്യൂം ചെയ്യണം. അപ്പൊ ഇവിടെ നിങ്ങൾ എങ്ങനെ അസ്യൂം ചെയ്യും? ഫസ്റ്റ് കേസിൽ നിങ്ങൾ എന്താ അസ്യൂം ചെയ്യാന്ന് വന്നിട്ടെ, നേരത്തെ എ ഈസ് ട്വൈസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 1 2 ഇട്ടതുപോലെ ഇവിടെ എന്റെയും ബിന്റെ എഫിഷ്യൻസി നിങ്ങൾ എന്ത് കൊടുക്കും എന്ന് പറഞ്ഞു. ഫസ്റ്റ് കേസിൽ പറയുന്നത് എ ഈസ് 25% മോർ എഫിഷ്യന്റ് കമ്പയർഡ് ടു ബി എന്നാണ് പറഞ്ഞത്. ആ കേസിൽ നിങ്ങൾ എക്ക് എന്ത് കൊടുക്കും, ബിക്ക് എന്ത് കൊടുക്കും? ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. എന്താ കൊടുക്കുക? ഓക്കെ, ഒരാൾ 5 4 പറഞ്ഞു, ശരി. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി, ഇത് പെർസെന്റേജിലാ തന്നെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ബി 100 ആണ് എടുക്കുക. പെർസെന്റേജ് ആകുമ്പോൾ 100 എന്ന് എടുത്തു കഴിഞ്ഞാൽ 100% എന്ന് പറഞ്ഞാൽ 100 തന്നെ. അപ്പൊ ഞാൻ ബി 100 ആണ് എടുത്താൽ 25% മോർ എന്ന് പറഞ്ഞാൽ എത്ര വരും? 100ന്റെ 25% എന്താ? 25 തന്നെയാണ്. അതുകൊണ്ട് ആ 100 അസ്യൂം ചെയ്യുന്നത്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എ 125 എന്ന് എടുത്താൽ മതി, ഇങ്ങനെ എടുത്താൽ മതി. അപ്പൊ ബി 100ഉം എ 125 എടുത്തങ്ങ് ചെയ്താൽ മതി. അപ്പൊ ഒരാൾ 5 4 പറഞ്ഞു, അത് കറക്റ്റാ, പക്ഷെ എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ 4ഉം 5ഉം എടുക്കുകയാണെങ്കിൽ 4ന്റെ 25% എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പൊ ബി എന്ത് ചെയ്യും? 4 + 1 സോറി, എ എന്ത് ചെയ്യും? 4 + 1 5 എന്ന് വരും. കാരണം 4ന്റെ 25% 1 ആയതുകൊണ്ട് അപ്പൊ മറ്റേത് 5 വരും. അങ്ങനെ എടുത്താൽ ഓക്കെയാണ്, നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ഓക്കെയാണ്. പക്ഷെ അതിൽ നല്ലത് നിങ്ങൾക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ പെർസെന്റേജിൽ തരികയാണെങ്കിൽ ബി 100 ആണെങ്കിൽ 25% മോർ എന്ന് പറഞ്ഞാൽ 125, അങ്ങനെ എടുക്കുക. ഈ കേസിൽ നിങ്ങൾ എന്ത് എടുക്കും എന്ന് പറഞ്ഞേ? സെക്കൻഡ് കേസ്. ഫസ്റ്റ് കേസും സെക്കൻഡ് കേസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? നിങ്ങൾ എന്താ എടുക്കുക എന്ന് പറഞ്ഞേ? സെക്കൻഡ് കേസിൽ ഞാൻ പറഞ്ഞത് എ ഈസ് 25% എഫിഷ്യന്റ് കമ്പയർഡ് ടു ബി.
എന്താ അവിടുത്തെ ഒരു വ്യത്യാസം ഫസ്റ്റ് സെക്കൻഡ് കേസിൽ പറഞ്ഞിട്ട്? ജസ്റ്റ് ഒരു വാക്ക് മാത്രമേ മാറിയിട്ടുള്ളൂ. ഇവിടെ മോർ എന്ന് പറഞ്ഞ ഒരു വാക്ക് എക്സ്ട്രാ ഉണ്ട്. അതിൽ കൂടുതൽ വേറെ ഒരു ചേഞ്ചും ഇവിടെ വന്നിട്ടില്ല. അപ്പൊ ഇതിൽ നിങ്ങൾ എ എന്തെടുക്കും, ബി എന്തെടുക്കും എന്നൊന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ 1/4 എന്ന് പറയുന്നുണ്ട്. അഗെയിൻ ഇത് പെർസെന്റേജിൽ. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചിന്തിക്കാൻ എന്ത് ചെയ്താൽ മതി? ബി ഞാൻ 100 എടുക്കാന്ന് വിചാരിച്ചു. ബിന്റെ എഫിഷ്യൻസി 100 അങ്ങനെയാണ് എന്റെ എഫിഷ്യൻസി എന്താ വരിക? 25 ആണ് വരിക. കാരണം ഇതിൽ പറയുന്നത് 25% എഫിഷ്യന്റ് ആണേ പറയുന്നുള്ളൂ. എ എന്താണോ, അല്ല സോറി, ബി എന്താണോ അതിന്റെ 25% എഫിഷ്യന്റ്. അപ്പൊ ബി 100 25 ഉള്ളൂ. പക്ഷെ മറ്റേടത്ത് എന്താ 25% മോർ ആണ്. അപ്പൊ 100 25 കൂടുതലാണ്. അപ്പൊ 100ഉം 125ഉം അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എടുത്തത്. പക്ഷെ ഇവിടെ അങ്ങനെ മോർ എന്ന് പറഞ്ഞിട്ടില്ല. 100 25% പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ബി എന്താണോ അതിന്റെ 25% കുറവാ. അപ്പൊ ഇവിടെ ആക്ച്വലി എന്റെ എഫിഷ്യൻസി കുറവാ. എന്നാൽ ഒരൊറ്റ വാക്ക് ഇവിടെ എക്സ്ട്രാ വരുമ്പോൾ അവിടെ എന്റെ എഫിഷ്യൻസിയാ കൂടുന്നത്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇതും എഫിഷ്യൻസി പറയുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. നേരത്തെ ട്വൈസ് ത്രൈസ് എന്നുള്ള പോലെ ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 2 times 3 times ഒക്കെ എടുത്താൽ മതി. പക്ഷെ ഈ കേസിൽ പെർസെന്റേജിൽ പറയുകയാണെങ്കിൽ 25% മോർ എന്ന് പറയുമ്പോൾ 100 125 എടുക്കുക. 25% മോർ എന്ന് പറഞ്ഞ വാക്കില്ലെങ്കിൽ 25% എന്നാണ്. അപ്പൊ 100ഉം 25ഉം എടുക്കണം. ഇത് ക്ലിയർ ആണോ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ശരി. ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ നിങ്ങൾ. ശരി. ഇനി ഇപ്പൊ നമ്മൾ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ പറഞ്ഞു. ഒന്ന് നോർമൽ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞു. 2 എഫിഷ്യൻസി എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞു. മൂന്നാമത് ആക്ച്വലി ഇതാണ് ഏറ്റവും കൂടുതൽ PSC ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയപ്പം നമ്മുടെ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിലൊക്കെ ഏറ്റവും കൂടുതൽ വന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് 6 വുമണും 5 മെന്നും ചേർന്ന് ഇത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. 10 വുമണും 5 മെന്നും ചേർന്ന് ഇത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 10 മെൻ മാത്രമാണ് എത്ര ദിവസം കൊണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ആ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ PSC ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും, ആ മോഡൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യും നോക്കാം. അതിനകത്ത് നിങ്ങൾ 2 കേസ് വരും. ഒന്നെങ്കിൽ ഓർ കേസും വരും, അല്ലെങ്കിൽ ആൻഡ് കേസും വരും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഫസ്റ്റ് ഇത് എന്താന്ന് പറഞ്ഞുതരാം. അപ്പൊ ഫസ്റ്റ് എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. ഒരു ക്വസ്റ്റ്യൻ ആണ് 3 men or 5 women 3 men or 5 women 12 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 6 മെന്നും 5 വുമണും ചേർന്നിട്ട് 6 men and 5 women ചേർന്നിട്ട് എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യും? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? ഇതെന്താണ്? ഓർ കേസ് ആണ്. കാരണം ഇവിടെ ഓർ ആണ് യൂസ് ചെയ്തത്. അപ്പൊ 3 men or 5 women 12 ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 3 men 12 ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നു, 5 women ആണെങ്കിലും 12 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. ഇതാണ് അർത്ഥം. ഓർ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ. അപ്പൊ 3 men അല്ലെങ്കിൽ 5 women 12. അപ്പൊ ഇവർ ഒന്നിച്ചല്ല. ഓർ ആണെങ്കിൽ ഒന്നിച്ചല്ല. 3 men 12 ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നു, 5 women ആണെങ്കിലും 12 ദിവസം കൊണ്ട് വർക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 6 മെന്നും 5 വുമണും ചേർന്ന് എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ എങ്ങനെ ചെയ്യും നോക്കാം. അപ്പൊ ഫസ്റ്റ് ഞാൻ ലോജിക്കലി ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറയാം. എന്നിട്ട് ഞാനൊരു ട്രിക്കും കൂടി പറഞ്ഞു. അപ്പൊ ഇത് എന്താ ശ്രദ്ധിക്കേണ്ടത്? ഓർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആൻഡ് ആയിരുന്നുവെങ്കിൽ അത് ആൻഡ് ക്വസ്റ്റ്യൻ ആവും. അപ്പൊ 3 മെന്നും 5 വുമണും രണ്ടാളും കൂടി ചേർന്നിട്ടാണ് 12 ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ക്ലിയർ ആണല്ലോ? ഇവിടെ ഓർ ക്വസ്റ്റ്യൻ ആണ്. 3 men 12 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും, 5 women 12 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. ഓക്കെ. ഇവിടെ അഗെയിൻ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി അസ്യൂം അല്ല. ഇവിടെ എഫിഷ്യൻസിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരു മെന്നിന്റെ എഫിഷ്യൻസി M ആണെന്നും ഒരു വുമണിന്റെ എഫിഷ്യൻസി W ആണെന്നും അസ്യൂം ചെയ്തു. ഓക്കെ. എഫിഷ്യൻസി എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല, എത്ര ടൈംസ് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരു മെന്നിന്റെ എഫിഷ്യൻസി M, ഒരു വുമണിന്റെ എഫിഷ്യൻസി W. ഓക്കെ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സെയിം ആണ്. എഫിഷ്യൻസി ഇൻറ്റു ടൈം ഇസ് എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് ആണ് വർക്ക്. ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എഫിഷ്യൻസി ഇൻറ്റു ടൈം ഇസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ഒരു മെന്നിന്റെ എഫിഷ്യൻസി M ആണെങ്കിൽ 3 മെന്നിന്റെ എഫിഷ്യൻസി എത്ര വരും? 3M ആയിരിക്കും. അപ്പൊ 3M ആയിരിക്കും. ഓക്കെ. ഒരു മെന്നിന്റെ എഫിഷ്യൻസി M ആണെങ്കിൽ 3 മെന്നിന്റെ എഫിഷ്യൻസി 3M ആയിരിക്കും. അപ്പൊ ഇവിടെ 3 men എന്ന് കാണുമ്പോൾ 3M എന്ന് അങ്ങ് എടുത്താൽ മതി. അത് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഒരു മെന്നിന്റെ എഫിഷ്യൻസി M ആയിട്ട് അസ്യൂം ചെയ്യുന്നത്, 3 മെന്നിന്റെ എഫിഷ്യൻസി 3M ആണ്. അപ്പൊ നമുക്കറിയാം എഫിഷ്യൻസി ഇൻറ്റു ടൈം ഇസ് എ കോൺസ്റ്റന്റ്. അപ്പൊ 3 men 12 ദിവസം കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ 3 മെന്നിന്റെ എഫിഷ്യൻസി 3M ആണ്. അവർ വർക്ക് ചെയ്യുന്നത് 12 ദിവസം കൊണ്ടാണ്. അപ്പൊ 3M × 12 ആണ് ആ കോൺസ്റ്റന്റ്.
ഇനി 5 വുമന്റെ കേസ് എടുത്തു കഴിഞ്ഞാലോ, ഒരു വുമന്റെ എഫിഷ്യൻസി W ആണെങ്കിൽ 5 വുമന്റെ എഫിഷ്യൻസി 5W ഇൻറ്റു അവരെടുക്കുന്ന ടൈമും 12 തന്നെയാണ്. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു ദിസ് വൺ. കാരണം മെന്നിന്റെ കേസിലുള്ള എഫിഷ്യൻസി ഇൻറ്റു ടൈം ഇതും വുമന്റെ കേസിലുള്ള എഫിഷ്യൻസി ഇൻറ്റു ടൈം ഇതുമാണ്. രണ്ടും കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം നേരത്തെ ചെയ്ത അതേപോലെ. ഇവിടെ 12ഉം 12ഉം ക്യാൻസൽ ആയി പോകും അല്ലെ. അപ്പൊ 3 men is equal to 5 women എന്ന് കിട്ടും. അല്ലെങ്കിൽ M/W നിങ്ങൾ കണ്ടുപിടിക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലെല്ലാം നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക, M/W കണ്ടുപിടിക്കുക. ഇവിടെ M/W എന്ന് പറഞ്ഞാൽ 5 ഇവിടെ വന്നു, 3നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അപ്പൊ 5/3 എന്ന് നമുക്ക് കിട്ടി അല്ലെ. M/W 5/3. M എന്ന് പറഞ്ഞാൽ എന്താ, മെന്നിന്റെ എഫിഷ്യൻസി, ഒരു മെന്നിന്റെ എഫിഷ്യൻസി. W എന്ന് പറഞ്ഞാൽ ഒരു വുമന്റെ എഫിഷ്യൻസി. അപ്പൊ നിങ്ങൾക്ക് M/W ഇങ്ങനെ കിട്ടിയാൽ നിങ്ങൾ ഒരു മെന്നിന്റെ എഫിഷ്യൻസി 5 ആണെന്നും ഒരു വുമന്റെ എഫിഷ്യൻസി 3 ആണെന്നും അങ്ങ് അസ്യൂം ചെയ്താൽ മതി. മനസ്സിലായോ? കാരണം M/W 5/3 ആ. ഒരു M 5 ആണെന്നും W 3 ആണെന്നും അസ്യൂം ചെയ്യും. അപ്പൊ നമുക്കറിയാം ടോട്ടൽ നമുക്ക് വേണ്ടത് ടൈം ടേക്കൺ ആണ്. ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വർക്ക് ബൈ എഫിഷ്യൻസി ആണ് ടൈം ടേക്കൺ. വർക്ക് ബൈ എഫിഷ്യൻസി ആണ് നമുക്ക് വേണ്ടത്. 6 മെന്നും 5 വുമണും ചേർന്നിട്ട് എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്ന. അപ്പൊ ഇവരുടെ എഫിഷ്യൻസി എത്ര വരും? 6 മെന്നിന്റെ 5 വുമന്റെ മൊത്തത്തിൽ ഉള്ള എഫിഷ്യൻസി എന്താ വരിക? 6 ഇൻറ്റു M നമ്മളിപ്പോ 5 ആണെന്ന് നമുക്ക് കിട്ടി അല്ലെ. അപ്പൊ 6 ഇൻറ്റു 5 പ്ലസ് 5 വുമന്റെ എഫിഷ്യൻസി എന്താ, 5 ഇൻറ്റു ഒരു വുമന്റെ എഫിഷ്യൻസി എന്താ 3 ആണെന്ന് നമുക്ക് കിട്ടി. 5 ഇൻറ്റു 3 ഇത് ചെയ്യുമ്പോൾ 6 ഇൻറ്റു 5 30, 30 പ്ലസ് 15 45 എന്ന് കിട്ടും. അപ്പൊ ഇവരുടെ മൊത്തത്തിലുള്ള എഫിഷ്യൻസി 45 ആണ് എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ടൈം കണ്ടുപിടിക്കാൻ. വർക്ക് ബൈ എഫിഷ്യൻസിയാ. എഫിഷ്യൻസി നമുക്ക് കിട്ടി. വർക്ക് കണ്ടുപിടിക്കണം. വർക്ക് ഒരു കോൺസ്റ്റന്റ് ആണല്ലോ, ഏത് കേസിലും വർക്ക് സെയിം അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്കറിയാം വർക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ 3M × 12 ചെയ്താലും നിങ്ങൾക്ക് വർക്ക് കിട്ടും, അല്ലെങ്കിൽ 5W × 12 ചെയ്താലും നിങ്ങൾക്ക് വർക്ക് കിട്ടും. ഇത് രണ്ട് വർക്ക് അല്ലേ. എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണ് വർക്ക്. അത് എപ്പോഴും കോൺസ്റ്റന്റ് ആ. അപ്പൊ ഈ കേസിലോ ഏതെങ്കിലും ഒരു കേസ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. 3M നമുക്ക് ഓൾറെഡി കിട്ടി 5 ആണെന്ന്. അപ്പൊ ടോട്ടൽ വർക്ക് എന്താ, 3M × 12 അല്ലെങ്കിൽ 3 ഇൻറ്റു 5. M 5 ആണ്, 5 × 12 ആണല്ലോ. ഇതാണ് ടോട്ടൽ വർക്ക്. ഇത് ഇപ്പൊ മൾട്ടിപ്ലൈ ചെയ്തൊന്നും കണ്ടുപിടിക്കേണ്ട, നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ എഫിഷ്യൻസി ആണ്. വർക്ക് ഇത്രയാന്ന് കിട്ടി, 3 × 5 × 12 ആണ്. എഫിഷ്യൻസി 45 ആണ് കിട്ടി, അത് താഴെ ഇടുക. ഇത് ചെയ്താൽ ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ 3 × 5 ചെയ്ത ഇവിടെ ക്യാൻസൽ ചെയ്യാം 5. അപ്പൊ ഇവിടെ 9 ആയി. 3 ഇൻറ്റു 9ലും 3ലും ക്യാൻസൽ ചെയ്താൽ ഇവിടെ 3 ആയി. 12/3 എന്ന് പറയുമ്പോൾ 4 എന്ന് കിട്ടും. അപ്പൊ ടൈം ടേക്കൺ 4. ഇത് ക്ലിയർ ആണോ? ഇതിനൊരു ട്രിക്ക് ഉണ്ട്, പക്ഷെ ഇതെങ്ങനെയാ ചെയ്തതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. കാരണം ആൻഡ് ക്വസ്റ്റ്യനും നമ്മൾ ഇതേ മോഡലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ എന്താ ചെയ്തത്, നമ്മൾ 3 മെന്ന് 12 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും, 5 വുമണും 12 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. അപ്പൊ 3M × 12 is equal to 5W × 12 എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്തപ്പം നമുക്ക് M/W ഇതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആദ്യം കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾ M/W ആണ്. അപ്പൊ M/W 5/3 ആണ് കിട്ടി. അപ്പൊ M 5 ആണെന്നും W 3 ആണെന്നും എടുക്കുക. ഇനി നമുക്കറിയാം ടൈം കണ്ടുപിടിക്കാൻ വർക്ക് ബൈ എഫിഷ്യൻസി ചെയ്താൽ മതി. അപ്പൊ നമുക്ക് വർക്ക് കണ്ടുപിടിക്കണം, എഫിഷ്യൻസിയും കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ വർക്ക് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു കേസ് എടുത്താൽ മതി. കാരണം വർക്ക് ഏത് കേസിലും കോൺസ്റ്റന്റ് ആണ് വർക്ക്. അപ്പൊ ഏതെങ്കിലും ഒരു കേസ് എടുക്കുക. അപ്പൊ 3M × 12 എടുക്കാം, അല്ലെങ്കിൽ 5W × 12, ഏതെടുത്താലും സെയിം ആൻസർ കിട്ടും. അങ്ങനെ നമ്മൾ വർക്ക് കണ്ടുപിടിക്കുന്നു. എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ 6M + 5 വുമൺ ആണ് ചോദിച്ചത്. മെന്നിന്റെ എഫിഷ്യൻസിയും കിട്ടി, വുമന്റെ എഫിഷ്യൻസിയും കിട്ടി. അപ്പൊ 6 men + 5 വുമന്റെ എഫിഷ്യൻസിയും കിട്ടും. അപ്പൊ വന്നിട്ട് വർക്ക് ബൈ എഫിഷ്യൻസി ചെയ്ത ടൈം. ഇത് ഓക്കെ ആണോ ചെയ്തത്? ക്ലിയർ ആണോ? ഇതേ ഐഡിയ യൂസേജ്, ഇതേ കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇത് അറിഞ്ഞിരിക്കേണ്ടത്. പക്ഷെ ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട, ഓർ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട. ഇതിനൊരു ട്രിക്ക് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. സെയിം ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുകയാണ്. 3 men 12 ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നു, 5 വുമൺ ആണെങ്കിലും 12 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. അതാണല്ലോ ഓർ. 5 men 3 women ഓർ 5 women, 3 men ഓർ 5 women 12 ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നു. 3 men 12 ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നു, 5 womenഉം 12 ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, 6 menഉം 5 womenഉം ചേർന്ന് എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെ എഴുതുക എന്ന് പറഞ്ഞാൽ, മെന്നിന്റെ കേസിൽ 3 menഉം ആദ്യം 3 men അല്ലേ 12 ദിവസം കൊണ്ട് ചെയ്യുന്നത്. വുമൺ ആണെങ്കിൽ 5 women ആണ് 12 ദിവസം കൊണ്ട് ചെയ്യുന്നത്. അപ്പൊ ഇവരൊക്കെ 12 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. അത് അവിടെ എഴുതി വെച്ചു. നമുക്ക് വേണ്ടത് 6 menഉം 5 womenഉം ചേർന്നിട്ട് എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നു. ഇത് കണ്ടുപിടിക്കാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ലൈനിലുള്ള എല്ലാം ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 5 × 12 ഇത് മൾട്ടിപ്ലൈ ചെയ്യും ചുമ്മാ. ഓക്കെ. ഡിവൈഡഡ് ബൈ
നിങ്ങൾ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ് 3 into 5 15 പ്ലസ് 5 into 6 30. ആക്ച്വലി നമുക്ക് നേരത്തെ കിട്ടിയ വർക്ക് എന്തായിരുന്നു നോക്കിയേ, ടോട്ടൽ വർക്ക് എന്താ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 3 into 5 into 12 അല്ലേ. അപ്പൊ ഇതിവിടെ നമ്മൾ ചെയ്തപ്പോൾ 3 into 5 into 12, അപ്പൊ ഇത് വർക്കാണ്. എഫിഷ്യൻസി നമുക്ക് എത്രയാണ് കിട്ടിയത് 45. ഇവിടെ എഫിഷ്യൻസി എന്താ 30 15 plus 30 45. അപ്പൊ ഇതാണ് എഫിഷ്യൻസി. വർക്ക് ബൈ എഫിഷ്യൻസി ചെയ്താൽ തന്നെയാ ടൈം കിട്ടുക. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി. ഓർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷെ ഞാൻ ലോജിക്കൽ പറഞ്ഞു തന്നെ വെച്ചാൽ ലോജിക്കലി ഓർത്തിരിക്കുക. അപ്പൊ എങ്ങാനും ട്രിക്ക് മറന്നുപോയാൽ ലോജിക്കലി ചെയ്യാം. ആൻഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ലോജിക്കലി നമുക്ക് ചെയ്യാൻ പറ്റും. ട്രിക്ക് വെച്ച് നമുക്ക് ട്രിക്ക് ഇല്ല, അതിന് ലോജിക്കായിട്ട് തന്നെ നിങ്ങൾ ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഒന്നുകൂടി പറയാം എന്താ അവിടെ ചെയ്ത, ഞാൻ ഒന്നുകൂടി ജസ്റ്റ് പറയാം. ഇത് ഞാൻ കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഇതാണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിട്ടുള്ള ഡിഗ്രി പ്രിലിംസിലൊക്കെ. അപ്പൊ ഇതാണ് കൂടുതൽ വരാൻ ചാൻസ് കൂടുതൽ, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് കൂടുതലായിട്ട്. ഓർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചോദ്യം ഇതാണ്, 3 men or 5 women 12 ദിവസം കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 6 മെന്നും 5 വുമണും ചേർന്ന് എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് ലൈനിലുള്ള ആൾക്കാരൊക്കെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 3 into 5 into 12 ഡിവൈഡഡ് ബൈ ഇവിടെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 5 15 പ്ലസ് 6 into 5 30 45. ഇത് ചെയ്ത ആൻസർ കിട്ടും. ശരിയാണോ? അല്ല, ഓക്കെ ആണോ? 4 ആൻസർ കിട്ടും. ഇത് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ ഇതൊന്ന് ചെയ്തേ. ട്രിക്ക് യൂസ് ചെയ്ത് ചെയ്താൽ മതി. 3 men or 4 women 43 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. ചിലപ്പോ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഞാൻ ഇങ്ങനെ വേണേ തരാം. ഇപ്പൊ ഡയറക്റ്റ് തരാതെ എനിക്ക് ഇങ്ങനെയും തരാം. 3 men completes a work in 43 days എന്ന് തന്നു. 5 women also complete the work in 43 days. അങ്ങനെയാണെങ്കിൽ 7 men and 5 women എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യും? ഇത് ഓർ ക്വസ്റ്റ്യൻ തന്നെയാ, മനസ്സിലായോ? 3 men 43 ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നു, 5 women 43 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. അപ്പൊ 3 men or 5 women 43 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. അത് തന്നെയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നാലും അത് ഓർ ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ 7 മെന്നും 5 വുമണും ചേർന്നിട്ട് എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യും? ഇതൊന്ന് കണ്ടുപിടിച്ചേ. എന്താ ആൻസർ? ട്രിക്ക് യൂസ് ചെയ്ത് ചെയ്താൽ മതി. ഓക്കെ, എങ്ങനെയാ ചെയ്യണ്ടേ? 3 men or 4 women 43 ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 7 മെന്നും 5 വുമണും ചേർന്ന് എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യും? അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ ആദ്യം മേലുള്ള എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. 3 into 4 into 43 ഡിവൈഡഡ് ബൈ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 into 5 15 പ്ലസ് 7 into 4 28. 15 പ്ലസ് 28 ചെയ്താൽ 43 എന്ന് കിട്ടും. അപ്പൊ ആ ഡിവൈഡഡ് ബൈ 43. 43 ക്യാൻസൽ ആവും. 3 into 4 12. ഓക്കെ ആണോ? ഓർ ക്വസ്റ്റ്യൻ സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? നിങ്ങൾ ഓർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ ട്രിക്ക് വെച്ച് അങ്ങ് ചെയ്താൽ മതി. ശരി, ഇനി അടുത്തത് ഇതാണ്. ഓർ ക്വസ്റ്റ്യൻ അധികം വരാറില്ല കേട്ടോ ആക്ച്വലി. ഞാൻ പക്ഷെ ഓർ ക്വസ്റ്റ്യൻ പറഞ്ഞത് അത് ഇതിന്റെ ബേസ് ആയതുകൊണ്ട് കുറച്ചുകൂടി മനസ്സിലാക്കാനാണ് അങ്ങനെ പറഞ്ഞത്. ആക്ച്വലി ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ആൻഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളും കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ PSC ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ആൻഡ് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, 4 men and 6 women 8 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. അതേപോലെ
3 men ആൻഡ് 7 women 10 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 40 women ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യും? ഇതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? ഇത് എന്തുകൊണ്ട് ആൻഡ് ആവുന്നു? 4 men ആൻഡ് 6 women ആണ്. എന്ന് വെച്ചാൽ എല്ലാവരും ചേർന്നിട്ടാണ്, 4 മെന്നും 6 വുമണും എല്ലാവരും ചേർന്നിട്ടാണ് 8 ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നത്. അതേപോലെ 3 മെന്നും 7 വുമണും ചേർന്നിട്ടാണ് 10 ദിവസം കൊണ്ട് വർക്ക്. ഇതും നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ സെയിം കോൺസെപ്റ്റ് ആണ്. അതായത് ഞാൻ ആദ്യം ഒരു മെന്നിന്റെ എഫിഷ്യൻസി എം എന്ന് അസ്യൂം ചെയ്യുന്നു, ഒരു വുമന്റെ എഫിഷ്യൻസി ഡബ്ല്യു എന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4 men ആൻഡ് 6 women ആണ്. അപ്പൊ 4 മെന്നിന്റെ എഫിഷ്യൻസി 4m എന്ന് തന്നെ വരും അല്ലെ? ഒരു മെന്നിന്റെ എഫിഷ്യൻസി എം ആണ് അസ്യൂം ചെയ്തത്. അപ്പൊ 4 മെന്നിന്റെ എഫിഷ്യൻസി 4m പ്ലസ് 6 women, രണ്ടാളും ഇല്ലേ? അപ്പൊ 6w. ഇതാണ് 4 men ആൻഡ് 6 womenന്റെ എഫിഷ്യൻസി. അവിടെ എഫിഷ്യൻസി ഇൻറ്റു നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? എഫിഷ്യൻസി ഇൻറ്റു ടൈം ഇസ് എ കോൺസ്റ്റന്റ്. അപ്പോ 4m പ്ലസ് 6 women ആണ് ഇവരുടെ എഫിഷ്യൻസി, 6w ആണ് ഇവരുടെ എഫിഷ്യൻസി, ഇൻറ്റു അവരെടുക്കുന്ന ടൈം 8 ദിവസം. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവരുടെ എഫിഷ്യൻസി എന്ത് വരും? 3m പ്ലസ് 7w ഇൻറ്റു 10. ഇത് ഓക്കെ അല്ലേ? നേരത്തെ ചെയ്ത സെയിം സാധനമാണ്. എഫിഷ്യൻസി ഇൻറ്റു ടൈം ഇസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ഇങ്ങനെയൊന്നും ഓർക്കൊന്നും വേണ്ട. 4m ആൻഡ് 6 women 8 ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നു എന്ന് ചെയ്താൽ 4m പ്ലസ് 6w ഇൻറ്റു 8. 3m ആൻഡ് 7 women 10 ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 3m പ്ലസ് 7w ഇൻറ്റു 10. അതങ്ങ് ഇക്വേറ്റ് ചെയ്താൽ മതി. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നമുക്കിത് ചെയ്യണം. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 10ലും 8ലും രണ്ട് സെയിം ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. രണ്ട് കോമൺ ആയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇവിടെ 2 വെച്ച് ക്യാൻസൽ ചെയ്താൽ അവിടെ 4 എന്നാവും, ഇവിടെ 2 വെച്ച് ക്യാൻസൽ ചെയ്താൽ 5 എന്നാവും. വേണമെങ്കിൽ ക്യാൻസൽ ചെയ്തതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ കുറച്ചുകൂടി ചെറുതായി കിട്ടും. ഓക്കെ, ഇനി 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4m ഇൻറ്റു 4 എന്ത് വരും? 16m പ്ലസ് 6 ഇൻറ്റു 4 24w ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 5 15m പ്ലസ് 7 ഇൻറ്റു 5 35w. അഗെയിൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് m/w കണ്ടുപിടിക്കലാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ m/w കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ 16m ഉണ്ട്, ഇവിടെ 15m ഉണ്ട്. അപ്പൊ ഇതിന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, 24w ഇങ്ങോട്ടും കൊണ്ടുപോകും. അപ്പൊ 16m മൈനസ് 15m എന്ന് പറഞ്ഞാൽ 1m ഇസ് ഈക്വൽ ടു 35w മൈനസ് 24w എന്ന് പറഞ്ഞാൽ 11w. അപ്പൊ m ഡിവൈഡഡ് ബൈ w എന്ന് പറഞ്ഞാൽ 11 ഡിവൈഡഡ് ബൈ 1 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടും അല്ലെ? 11/1 എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? m 11 ആണെന്നും w 1 ആണെന്നും അസ്യൂം ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ m/w കണ്ടുപിടിക്കുന്നു, m 11 ആണ്, w 1 ആണെന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നേരത്തെ ചെയ്ത അതേ കാര്യമാണ്. നമുക്കറിയാം ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ എഫിഷ്യൻസി ആണ്. നമ്മൾ വർക്കും കണ്ടുപിടിക്കണം, എഫിഷ്യൻസിയും കണ്ടുപിടിക്കണം. രണ്ടും കണ്ടുപിടിച്ചാൽ വർക്ക് ബൈ എഫിഷ്യൻസി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടൈം കിട്ടും. ഓക്കെ ആണല്ലോ? നമുക്ക് വേണ്ടത് എന്താ? 40 വുമൺ എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നു എന്നാണ്. അപ്പൊ 40 വുമന്റെ എഫിഷ്യൻസി എന്താ? ഒരു വുമന്റെ എഫിഷ്യൻസി എന്താ? 1 ആണ്. അപ്പൊ 40 വുമന്റെ എഫിഷ്യൻസി 40 ആണ്. അപ്പൊ എഫിഷ്യൻസി നമുക്ക് പെട്ടെന്ന് ഇപ്പൊ കിട്ടി. ഇനി നമുക്ക് വർക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ടോട്ടൽ വർക്ക് എന്താണ്? അതിന് നേരത്തെ ചെയ്ത പോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു സൈഡ് എടുക്കുക. ഒന്നെങ്കിൽ ഇതെടുക്കുക, അല്ലെങ്കിൽ ഇതെടുക്കുക. കാരണം എഫിഷ്യൻസി ഇൻറ്റു ടൈം ഇസ് എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് ആണ് വർക്ക്. അപ്പൊ ഇവിടെ ഒന്നെങ്കിൽ ഈ സൈഡ് എടുക്കാം, അല്ലെങ്കിൽ ഈ സൈഡ് എടുക്കാം. ഇഷ്ടമുള്ള സൈഡ് എടുക്കാം. അപ്പൊ ഞാൻ ഈ സൈഡ് എടുക്കാൻ വിചാരിച്ചോ. അപ്പൊ അവിടെ വർക്ക് 4m പ്ലസ് 6w ഇൻറ്റു 8 ആണ്. നിങ്ങൾ ക്യാൻസൽ ചെയ്തതിന് ശേഷമുള്ള വാല്യൂ എടുക്കരുത് കേട്ടോ, 4 എടുക്കരുത്. കാരണം 8 ദിവസം കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എഫിഷ്യൻസി ഇൻറ്റു ടൈമിലെ ടൈം 8 ആണ്. അപ്പൊ 4m പ്ലസ് 6w ഇൻറ്റു 8 ആണ് അവിടുത്തെ വർക്ക്. എമ്മും w നമുക്ക് കിട്ടി. m എന്താണ്? 11 ആണ്, w 1 ആണ്. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 4 ഇൻറ്റു 11 44 പ്ലസ് 6 ഇൻറ്റു 1 6 50 ഇൻറ്റു 8 50 ഇൻറ്റു 8 ആണ് എന്ത്? വർക്ക്. അപ്പൊ നിങ്ങൾ ഇത് മൾട്ടിപ്ലൈ ഇപ്പം ചെയ്യേണ്ട കേട്ടോ. നിങ്ങൾ ഇതിപ്പോ 50 ഇൻറ്റു 8 പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ മൾട്ടിപ്ലൈ ലാസ്റ്റ് ക്യാൻസൽ ചെയ്യാനുള്ളതുകൊണ്ട് നിങ്ങൾ പിന്നെ ചെയ്താൽ മതി. ഇപ്പൊ 50 ഇൻറ്റു 8 ആണ് വർക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടൈം ടേക്കൺ എന്താണ്? വർക്ക് ബൈ എഫിഷ്യൻസി. വർക്ക് 50 ഇൻറ്റു 8 ആണ്, എഫിഷ്യൻസി നമുക്ക് 40 ആണെന്ന് കിട്ടിയായിരുന്നു. അപ്പൊ ബൈ 40. അപ്പൊ ഇപ്പൊ 0 ക്യാൻസൽ ആയി. ഇതിനകത്ത് നിന്ന് 4 ക്യാൻസൽ ചെയ്താൽ 2 5 ഇൻറ്റു 2 10 ഡേയ്സ് ആയിരിക്കും. ഓക്കെ ആണോ? ചെയ്തത് മനസ്സിലായോ? നേരത്തെ ചെയ്ത് അതേപോലെ ചെയ്തേ. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതിപ്പോ ഞാൻ ഇത്രയും ചെയ്തതിൽ ഏറ്റവും കുറച്ച് കോംപ്ലക്സ് ആയിട്ട് വരുന്ന സാധനം ഇതാണ്. പക്ഷെ ഇത് നിങ്ങൾ പഠിച്ചിരിക്കുന്നേ പറ്റൂ. കാരണം PSCയിൽ ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഈ ക്വസ്റ്റ്യനാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ ഞാൻ കണ്ടു വന്നത് ഡിഗ്രി പ്രിലിംസിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊന്ന് പഠിച്ചിരിക്കണം. ഇത് വരാനാ ചാൻസ് കൂടുതൽ. ഓക്കെ ആണോ?
ക്ലിയർ ആണോ? ഒരു ക്വസ്റ്റ്യൻ തന്നാ ചെയ്യോ? ചെയ്യോ? ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, ഇതൊന്ന് ചെയ്തേ. ഓക്കെ, ഓക്കെ, ഇതെങ്ങനെ ചെയ്യണം? നേരത്തെ ചെയ്ത അതേപോലെ. അപ്പൊ ഇവിടെ മെന്നിന്റെ എഫിഷ്യൻസി എം എന്നും ഒരു വുമന്റെ എഫിഷ്യൻസി ഡബ്ല്യു എന്നാണ് എടുക്കുക. അപ്പൊ 6 men ആൻഡ് 7 women 12 ദിവസം കൊണ്ട് വർക്ക് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്താൽ മതി? 6m + 7w × 12 ഇതായിരിക്കും അവിടുത്തെ വർക്ക്. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 men ആൻഡ് 5 women. അപ്പൊ 2m + 5w ഇൻറ്റു അവർ എടുക്കുന്നത് 20 ദിവസം. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ എഫിഷ്യൻസി ഇൻറ്റു ടൈം ഇസ് എ കോൺസ്റ്റന്റ്. ഇതിൽ വേണമെങ്കിൽ ഇവിടെയും 4 കോമൺ ആണ്, അത് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇവിടെ 4 ക്യാൻസൽ ചെയ്താൽ 5 ആവും, ഇവിടെ 4 ക്യാൻസൽ ചെയ്താൽ 3 ആവും എന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 6 × 3 18m + 21w is equal to 2 × 5 10m + 25w എന്ന് കിട്ടും. എമ്മിനെ എങ്ങോട്ട് കൊണ്ടുവരുന്നു? അപ്പൊ 18m - 10m 8m is equal to 25 - 21 4w. അപ്പൊ m/w is equal to 4/8 അല്ലെങ്കിൽ 1/2. അപ്പൊ m 1 ആണ് എടുക്കുന്നു, w 2 ആണ്. ഓക്കെ, നമുക്ക് വേണ്ടത് 10 മെൻ എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ 10 മെന്നിന്റെ എഫിഷ്യൻസി എന്താ വരിക? ഒരു മെന്നിന്റെ എഫിഷ്യൻസി എന്താണ്? 1 ആണ്. അപ്പൊ 10 മെന്നിന്റെ എഫിഷ്യൻസി 10 ആണ്. എഫിഷ്യൻസി കിട്ടി. ഇനി വർക്ക് കിട്ടണം. വർക്ക് എന്താ വരിക? ടോട്ടൽ വർക്ക് ഏതെങ്കിലും ഒരു സൈഡ് എടുക്കുക. അപ്പൊ ഈ സൈഡ് എടുക്കുന്നെങ്കിൽ 6m + 7w × 12. ഇതാണ് അവിടുത്തെ വർക്ക്. 6m m ഓൾറെഡി 1 ആണ് കിട്ടി. അപ്പൊ 6 × 1 6. w 2 ആണ് കിട്ടി. 7 × 2 12 40. 7 × 2 40 × 12. അപ്പൊ 6 + 14 20 × 12 ആണ് വർക്ക്. 20 × 12 ആണ് വർക്ക്. ഇനി ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ എഫിഷ്യൻസി ആണ്. വർക്ക് 20 × 12 ആണ്, എഫിഷ്യൻസി 10 ആണ്. അപ്പൊ എന്ത് കിട്ടും? ക്യാൻസൽ ചെയ്താൽ 2 × 12 24 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ചെയ്തത് മനസ്സിലായോ? നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ചെയ്തു. ഓക്കെ ആണല്ലോ? ശരി, നിങ്ങൾ ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ.
ഇതാണ് KS ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ. 2019 KS ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് ആക്ച്വലി എന്താ നമ്മൾ ചെയ്ത ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻ ആദ്യം ചെയ്തില്ലേ, ആ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്തേ. ഇനി ഈ മിക്സഡ് ഫ്രാക്ഷൻ ഒന്നും കണ്ട് പേടിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എ മാൻ ക്യാൻ ഫ്ലോ എ ഫീൽഡ് അലോൺ ഇൻ 20 days. അപ്പൊ മാൻ 20 ദിവസം കൊണ്ടാണ് പണി ചെയ്യുന്നത്. ഇസ് വൈഫ് 25 ദിവസം കൊണ്ട് ആ പണി ചെയ്യും. വെൻ ദേ ഫ്ലോ ദ ഫീൽഡ് ടുഗദർ വിത്ത് ദെയർ സൺ, ഇവര് മൂന്നാളും കൂടിയാണ്, മാനും വൈഫും സണ്ണും ചേർന്നിട്ടാണെങ്കിൽ 5 ദിവസം കൊണ്ട് പണി തീരും. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മൂന്നിന്റെയും കൂടി LCM ആണ് നിങ്ങൾ വർക്കായിട്ട് എടുക്കേണ്ടത്. അപ്പൊ 20ഉം 25ഉം 5ന്റെ LCM എന്താ വരിക? 100 ആയിരിക്കും അല്ലെ? 100 എന്ന് വരും. കാരണം 25ന്റെ മൾട്ടിപ്പിൾ ആണ് 100. ഇനി കോമൺ ഞാൻ പറഞ്ഞു, ലോവസ്റ്റ് കോമൺ ആവണമെന്നില്ല. 25ന്റെ മൾട്ടിപ്പിൾ 100 ഉണ്ട്, 20ന്റെ മൾട്ടിപ്പിൾ 100, 5ന്റെ എന്തായാലും 100 വരും. അപ്പൊ നിങ്ങൾ 100 എന്ന് എടുത്താൽ മതി. ആ 100 തന്നെയാണ് LCM വരിക. അപ്പൊ 100 ആണ് LCM. അപ്പൊ വർക്ക് 100 ആണെന്ന് അസ്യൂം ചെയ്യുന്നു. 20 into 5 ചെയ്യുമ്പോഴാണ് 100, 25 into 4 ചെയ്യുമ്പോഴാണ് 100, 5 into 20 ചെയ്യുമ്പോൾ 100. നമുക്ക് കണ്ടുപിടിക്കേണ്ട സണ്ണ് മാത്രം ആണെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ്? അപ്പൊ നിങ്ങൾ നോക്കിയേ, മാനിന്റെ എഫിഷ്യൻസി 5, വൈഫിന്റെ എഫിഷ്യൻസി 4, മാനും വൈഫും സണ്ണിന്റെയും കൂടി എഫിഷ്യൻസി 20. അപ്പൊ സണ്ണിന്റെ മാത്രം എഫിഷ്യൻസി എത്രയാ? മാനും വൈഫും കൂടി 9 ആണ് എഫിഷ്യൻസി. 5ഉം 4ഉം കൂട്ടി 9 ആണ്. സണ്ണും കൂടി വരുമ്പോ 20 ആവുന്നുണ്ട്. അപ്പൊ സണ്ണിന്റെ എഫിഷ്യൻസി 11 അല്ലേ? 11 9ഉം കൂട്ടിയല്ലേ 20 ആവുക. അപ്പൊ സണ്ണിന്റെ എഫിഷ്യൻസി 11 ആണ്. നമുക്കറിയാം ടൈം ടേക്കൺ വർക്ക് ബൈ എഫിഷ്യൻസി ആണ്. വർക്ക് 100 ആണ്, സണ്ണിന്റെ എഫിഷ്യൻസി 11 ആണ്. 100/11 ആയിരിക്കും ആൻസർ. 100/11 എന്ന് പറഞ്ഞാൽ 9 പോയിന്റ് സംതിങ് അല്ലേ? കാരണം എന്താ? 11 into 9 99 ആണ്. 9 പോയിന്റ് സംതിങ് ആണ്. 9 പോയിന്റ് സംതിങ് ആണെങ്കിൽ ഇതല്ലേ ആൻസർ? ആക്ച്വലി 8 1/11 എന്ന് പറഞ്ഞാൽ 8 പോയിന്റ് സംതിങ് ആയിരിക്കും. 9 1/11 എന്ന് പറഞ്ഞാൽ 9 പോയിന്റ് സംതിങ് ആണ്. 10 1/11 10 പോയിന്റ് സംതിങ്ങും 11 പോയിന്റ് സംതിങ്ങും. അപ്പൊ ഇതായിരിക്കും ആൻസർ. ഇനി നിങ്ങൾക്ക് ഇത് പ്രോപ്പർ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 100/11 ആണ് നമ്മുടെ ആൻസർ. 11 into 9 ആണ് 99. ബാലൻസ് ഒരു 1 വന്നു. ഇതിനെങ്ങനെയാ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതുക? ആദ്യം നിങ്ങൾ കോഷ്യന്റ് ആയിട്ടുള്ള 9 എഴുതുന്നു, പിന്നെ നിങ്ങൾ റിമൈൻഡർ ആയിട്ടുള്ള 1 എഴുതുന്നു, ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണോ
ഡിവൈസറുള്ള അത് എഴുതുന്നു. അപ്പൊ 9 1/11 ഇങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ എഴുതേണ്ടത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. 9 പോയിന്റ് സംതിങ് ആണ് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ബി ആന്ന് കിട്ടും. ഓക്കെ ആണോ? ഇത് നമ്മുടെ നേരത്തെ ചെയ്ത സെയിം സാധനമാണ്. പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ഇവിടെ സണ്ണിന്റെ മാത്രമാണ് വേണ്ടത്. അപ്പൊ തന്നിരിക്കുന്നതിന് സണ്ണിന്റെ മാത്രം എഫിഷ്യൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ ഇത്? ഇനി ആക്ച്വലി ഇതിനകത്ത് ഒരു മോഡൽ ക്വസ്റ്റ്യനും കൂടി ഉണ്ട് കോമൺ ആയിട്ട് ചോദിക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്തേ, എന്നിട്ട് ഞാൻ ഇത് പറഞ്ഞുതരാം. ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിന് ശരിക്കും ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇത് സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എഫിഷ്യൻസി കൂടിക്കഴിഞ്ഞാൽ എടുക്കുന്ന ടൈം കുറയും, അല്ലെങ്കിൽ എഫിഷ്യൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഡേയ്സ് അല്ലെങ്കിൽ ടൈം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തായിരുന്നു. അതേപോലെ തന്നെ ആൾക്കാരുടെ എണ്ണം കൂടിയാലും പണി പെട്ടെന്ന് തീരൂലേ? ഒരാൾ ഒരു പണി എടുക്കുന്നു, 2 പേര് ചേർന്നാണ് ആ പണി എടുക്കുന്നതെങ്കിൽ പണി വേഗം തീരൂലേ? അപ്പൊ നമ്പർ ഓഫ് ആൾക്കാർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം എന്ന് പറഞ്ഞൂടെ? നമ്പർ ഓഫ് ആൾക്കാർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം അല്ലേ? അപ്പൊ നമ്പർ ഇൻറ്റു ടൈം കോൺസ്റ്റന്റ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ നമ്പർ ഇൻറ്റു ടൈം ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് എടുത്തൂടെ? മനസ്സിലായോ? നമ്പർ ഓഫ് ആൾക്കാർ കൂടിയാൽ ടൈം ടേക്കൺ കുറയും. അപ്പൊ നമ്പർ ഇൻറ്റു ടൈംസ് എ കോൺസ്റ്റന്റ് എന്നും ചില ക്വസ്റ്റ്യനിൽ എടുക്കാൻ പറ്റും. ഇതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അത് വെച്ചിട്ട് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും നോക്കാം. നമുക്കിവിടെ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? എ കോൺട്രാക്ടർ എംപ്ലോയിഡ് 210 men to complete a construction work in 60 days. അപ്പോ ഇതിൽ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി, 210 ആൾക്കാർക്ക് 60 ദിവസത്തെ പണി ഉണ്ട് അവിടെ. 210 × 60, 210 ആൾക്കാർക്ക് 60 ദിവസത്തെ പണി ആക്ച്വലി ഉണ്ട്, ചെയ്യാനുണ്ട്. പക്ഷേ 12 ദിവസം അവർ പണിയെടുത്തതിന് ശേഷം എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ആഫ്റ്റർ 12 ദിവസം അവർ പണിയെടുക്കുന്നുണ്ട്, അതിനുശേഷം എന്തൊക്കെയോ സംഭവിക്കുന്നു. അപ്പൊ 12 ദിവസം അവർ പണിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി എത്ര പണി ബാക്കിയുണ്ട്? 210 ആൾക്കാർക്ക് 60 ദിവസത്തെ പണി ബാക്കിയുണ്ടായിരുന്നു. 12 ദിവസം അവർ പണി എടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കി എത്ര പണി ഉണ്ട് എന്ന് ചോദിച്ചാൽ 210 ആൾക്കാർക്ക് 60 - 12 48 ദിവസത്തെ പണി ബാക്കിയുണ്ട്. അപ്പൊ അവിടുത്തെ ഇനി ബാക്കിയുള്ള വർക്കിന്റെ ആണ് പറയുന്നത്. ബാക്കിയുള്ള വർക്കിന്റെ നമ്പർ ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ 210 ആൾക്കാർക്ക് ടൈം ടേക്കൺ 48 ദിവസത്തെ പണിയാണ് അവിടെ ബാക്കിയുള്ളത്. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താ സംഭവിക്കുന്നത്? ഇനി 70 ആൾക്കാരും കൂടെ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ 210ന്റെ കൂടെ 70 ആൾക്കാരും കൂടിയ ഇപ്പൊ 280 ആൾക്കാരുണ്ട്. അപ്പൊ 280 ആണ് ഇപ്പോഴത്തെ നമ്പർ ഇൻറ്റു ടൈം, അവരെടുക്കുന്ന ടൈമാ ചോദിച്ചത്. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ടൈം ടേക്കൺ ഇസ് ഈക്വൽ ടു 210 × 48/280. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് PSC കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതും ഒന്ന് ഓർത്തിരിക്കുക. 0 0 ക്യാൻസൽ ആവും, 7 വെച്ച് ക്യാൻസൽ ചെയ്ത 3, ഇവിടെ 4. അപ്പൊ 48/4 എന്ന് പറയുമ്പോൾ 12, 3 × 12 36. മനസ്സിലായോ? ഇവിടെ എന്താ ചെയ്തത്? 210 ആൾക്കാർക്ക് 60 ദിവസത്തെ പണി ഉണ്ട് ചെയ്യാൻ, 12 ദിവസമാണ് അവർ പണിയെടുക്കുന്നത്. അപ്പൊ 48 ദിവസത്തെ പണി ബാക്കിയുണ്ട്. അപ്പൊ 210 ആൾക്കാർക്ക് 48 ദിവസത്തെ പണി ബാക്കിയുണ്ട്, അത് ചെയ്യാൻ 280 ആൾക്കാർ വരുന്നു. ഇത്രയും അങ്ങ് ചെയ്ത ആൻസർ കിട്ടും. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഈ രീതിയിൽ ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇതിനകത്ത് തന്നെ ടാങ്കിന്റെ ക്വസ്റ്റ്യനും വരും. മനസ്സിലായോ? ടാങ്കിന്റെ ക്വസ്റ്റ്യനും വരും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ടാങ്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾ എങ്ങനെ തന്നെ ചെയ്യണം? നിങ്ങൾ വർക്ക് ആൻഡ് ടൈം പോലെ തന്നെ ചെയ്യണം. സെയിം ക്വസ്റ്റ്യൻ, വർക്ക് ആൻഡ് ടൈമിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ടാങ്കിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൈപ്പ് എ ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 6 hours എന്ന് വെച്ചാൽ എന്താ?
പൈപ്പ് ആൻഡ് ടാങ്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. പൈപ്പ് എ ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 6 hours എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 6 മണിക്കൂർ കൊണ്ട് പണിയെടുക്കാൻ പറ്റും എന്നുള്ള സെയിം ലോജിക് തന്നെയാണ്. അപ്പൊ പൈപ്പ് എ 6 മണിക്കൂർ കൊണ്ട് പണിയെടുക്കും, ബി 4 മണിക്കൂർ കൊണ്ട് പണിയെടുക്കും അല്ലെ. സി ഔട്ട്ഫ്ലോ പൈപ്പാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ ഇൻഫ്ലോ പൈപ്പും ഉണ്ടാവും ഔട്ട്ഫ്ലോ പൈപ്പും ഉണ്ടാവും. ഇൻഫ്ലോ പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഈ ടാങ്കിലേക്ക് വരുന്നു, ഔട്ട്ഫ്ലോ പൈപ്പ് എന്ന് പറഞ്ഞാൽ വെള്ളം ഈ ടാങ്കിൽ നിന്ന് പുറത്തേക്ക് പോകും. അപ്പൊ സി ഒരു ഔട്ട്ഫ്ലോ പൈപ്പാ. അപ്പൊ സി എന്താ ചെയ്യുക, ടാങ്ക് എംപ്റ്റി ചെയ്യുക, വെള്ളം എംപ്റ്റി ചെയ്യുക. അപ്പൊ സി ആക്ച്വലി പണി തലതിരിച്ചാണ്, അതായത് എയും ബിയും ചെയ്യുന്ന പണി കുറയ്ക്കുക ചെയ്യുന്നത് സി. അവർ വെള്ളം നിറയ്ക്കുന്നു എയും ബിയും, സി വെള്ളം കളയുക ചെയ്യുന്നത്. അത് മാത്രം ഇവിടെ ഓർത്താൽ മതി. അപ്പൊ ഔട്ട്ഫ്ലോ പൈപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ സി ഇവിടെ ഔട്ട്ഫ്ലോ പൈപ്പാണ്. സി 12 മണിക്കൂർ കൊണ്ടാണ് ടാങ്ക് എന്ത് ചെയ്യുന്നത്, ടാങ്കിൽ നിന്ന് വെള്ളം കളയുന്നത്. അതായത് ഇവിടുത്തെ പണി എന്താ, ടാങ്ക് ഫില്ല് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എ 6 മണിക്കൂർ കൊണ്ട് പണിയെടുക്കും, ബി 4 മണിക്കൂർ കൊണ്ട് പണിയെടുക്കും, സി 12 മണിക്കൂർ കൊണ്ട് പണിയെടുക്കും. പക്ഷെ സി എന്താ, ഔട്ട്ഫ്ലോ പൈപ്പ് ആണെന്ന് ഓർക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് നേരത്തെ ചെയ്ത പോലെ ഇതിന്റെ 3ന്റെ LCM എടുക്കുന്നു. LCM അപ്പൊ 6ന്റെ 4ന്റെ 12ന്റെ 12 ആണ് LCM വരിക. അപ്പൊ ടോട്ടൽ വർക്ക് 12. ഇവിടുത്തെ ടോട്ടൽ വർക്ക് വെച്ചാൽ ടാങ്ക് ഫില്ല് ചെയ്യൽ, അതാണ് 12 വർക്ക് എന്ന് വെച്ചാൽ. ടാങ്ക് ചിലപ്പോൾ 12 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്ക് ആണ് അസ്യൂം ചെയ്തു. അപ്പൊ 12 ലിറ്റർ നിറയ്ക്കുക എന്നുള്ളതാണ് അവിടുത്തെ പണി. അപ്പൊ എന്റെ എഫിഷ്യൻസി 6 × 2 ചെയ്താലാണ് 12, 4 × 3 ചെയ്താലാണ് 12, 12 × 1 ചെയ്താലാണ് 12. അപ്പൊ എന്റെ എഫിഷ്യൻസി 2 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ, എ 1 മണിക്കൂറിൽ 2 ലിറ്റർ ഫില്ല് ചെയ്യും, അതാണ് അതിന്റെ അർത്ഥം. ബിന്റെ എഫിഷ്യൻസി 3 എന്ന് പറഞ്ഞാൽ ബി 1 മണിക്കൂറിൽ 3 ലിറ്റർ വെള്ളം ഫില്ല് ചെയ്യും. സി 1 മണിക്കൂറിൽ 1 ലിറ്റർ വെള്ളം കളയും അല്ലെ, സി ഔട്ട്ഫ്ലോ പൈപ്പാണ്, കളയും. അപ്പൊ നിങ്ങൾ ഇതിനൊരു നെഗറ്റീവ് സൈൻ കൊടുക്കണം, കാരണം അത് പണി ചെയ്തതിന് കുറയ്ക്കുക ചെയ്യുന്നത് അല്ലെ, വെള്ളം കളയുക ചെയ്യുന്നത്. അപ്പൊ നെഗറ്റീവ് സൈൻ കൊടുത്താൽ മാത്രം മതി. ആ ഒരൊറ്റ കാര്യം നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇവർ 3 ആളും ഓപ്പൺ ചെയ്താൽ എന്ത് സംഭവിക്കും, എത്ര സമയം കൊണ്ട് എടുക്കുന്നതാണ്. അപ്പൊ A + B + C അപ്പൊ ഇതിൽ 2 + 3 5, പക്ഷെ സി മൈനസ് ആണ് ഔട്ട്ഫ്ലോ ആയിട്ട്. അപ്പൊ 5 - 1 4 ആണ് ഇവരുടെ 3 ആളുടെയും കൂടി എഫിഷ്യൻസി. 4 × 3 ചെയ്താലാണ് 12 കിട്ടുക. അപ്പൊ 3 ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ നേരത്തെ ചെയ്ത അതേപോലെ എവിടെയും ചെയ്യേണ്ട, ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഔട്ട്ഫ്ലോ പൈപ്പ് ആണെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് കൊടുക്കണം. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി കാണിച്ചു തരാം. ഓക്കെ, ഇത് കണ്ടോ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തേ. A completed the school project in 20 days. How many days B take to complete the project if it is 25% more efficient than A? അപ്പൊ ഇവിടെ എഫിഷ്യൻസിനെ കുറിച്ച് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ ബി ആണ് 25% മോർ എഫിഷ്യന്റ് ദാൻ എ. അപ്പൊ നിങ്ങൾ എന്റെ എഫിഷ്യൻസി 100 ആണെന്നും ബിന്റെ എഫിഷ്യൻസി 125 ആണെന്നും അങ്ങ് എടുത്താൽ മതി. അപ്പൊ നമുക്കറിയാം എഫിഷ്യൻസി ഇൻറ്റു ടൈം ഇസ് എ കോൺസ്റ്റന്റ്. അപ്പൊ എന്റെ കേസിലുള്ള എഫിഷ്യൻസി 100, എ എടുക്കുന്ന ടൈം 20. ബിന്റെ എഫിഷ്യൻസി 125, ബി എടുക്കുന്ന ടൈം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. 125 ഇങ്ങോട്ട് കൊണ്ടുവന്ന ആൻസർ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ തരാത്തത്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. എഫിഷ്യൻസി ഇൻറ്റു ടൈം ഇസ് എ കോൺസ്റ്റന്റ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ 25 വെച്ച് ക്യാൻസൽ ചെയ്ത് ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 16 ആൻസർ കിട്ടിക്കോളും. ഇത് ക്ലിയർ അല്ലേ? നേരത്തെ പറഞ്ഞ സെയിം സാധനം. അപ്പൊ പെർസെന്റേജിൽ തരികയാണെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ചെയ്താൽ മതി. ഇനി ഒറ്റ ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് നമുക്ക് നിർത്താട്ടോ. ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് ഭയങ്കര കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ആണെന്ന് എല്ലാവരും വിചാരിക്കും. ഇത് UPSC 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതൊന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. എ certain number of men can complete a piece of work in 6K days. കുറച്ച് ആൾക്കാർ 6K ഡേയ്സിലാണ് പണിയെടുക്കുന്നത്. where K is a natural number. Okay. By what percentage should the number of men be increased? Number of men എത്ര കൂട്ടണം so that work can be completed in 5K days? അപ്പൊ ഇവിടെ ശരിക്കും നമ്പർ ഓഫ് ആൾക്കാരും ടൈമും വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ചെയ്ത എന്തിവിടെ യൂസ് ചെയ്താൽ നിങ്ങൾ നമ്പർ ഇൻറ്റു ടൈം ഇസ് എ കോൺസ്റ്റന്റ്. നമ്മൾ പറഞ്ഞല്ലോ, ഇത് വെച്ചിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ട്. അതായത് ഇവിടെ നിങ്ങൾ ആദ്യം ഇത് പെർസെന്റേജ് എത്ര കൂട്ടണം എന്നല്ലേ ക്വസ്റ്റ്യൻ, എത്ര പെർസെന്റേജ് കൂട്ടണം എന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ആദ്യമുള്ള നമ്പർ ഓഫ് ആൾക്കാർ 100 ആണെന്ന് വെറുതെ അസ്യൂം ചെയ്യുന്നു. കാരണം പെർസെന്റേജിലായോണ്ട് ഇപ്പൊ ആദ്യമുള്ള ആൾക്കാർ 100, എനിക്കിപ്പോ 120 കിട്ടി എന്ന് പറഞ്ഞാൽ 20% കൂടി ഉണ്ടാവും. 150 കിട്ടി എന്ന് പറഞ്ഞാൽ 50% കൂടി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ 100 എന്ന് ചുമ്മാ അസ്യൂം ചെയ്യാം. നമ്പർ ഓഫ് ആൾക്കാർ 100. നമ്പർ ഇൻറ്റു ടൈം കോൺസ്റ്റന്റ് ആണല്ലോ. 100 ആൾക്കാര് 6K ഡേയ്സ് കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരുടെ നമ്പർ ഇൻറ്റു ടൈം 100 × 6K. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇനി എത്ര ആൾക്കാർ വേണം അത് നമുക്കറിയില്ല, അത് ഞാൻ n എന്ന് കൊടുത്തു. അവര് 5K കൊണ്ട് വർക്ക് ചെയ്യണം. ഇത് ആൻസർ ചെയ്താൽ n കിട്ടി. കെയും ക്യാൻസൽ ആവും. അപ്പൊ n is equal to 100 × 6/5.
അപ്പോൾ 120. ഇത്രയേ ഉള്ളൂ. 100 ആൾക്കാർ 120 എന്ന് വെച്ചാൽ 20% ഇൻക്രീസ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്പർ ഓഫ് ടൈം ഇൻറ്റു കോൺസ്റ്റന്റ് നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യുന്നത്. UPSC ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കോംപ്ലക്സ് ആണെന്ന് തോന്നിയെങ്കിലും ഈ ഒരു കാര്യം അറിയെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇത്രയും ഓർക്കണം. ഞാൻ ഈ വർക്ക് ആൻഡ് ടൈം കുറച്ച് ഡീപ്പർ ആയിട്ട് എടുത്തതെന്ന് വെച്ചാൽ വർക്ക് ആൻഡ് ടൈം കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. വളരെ കോമൺ ആയിട്ട് എല്ലാ ഇതിലും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് വർക്ക് ആൻഡ് ടൈം. അപ്പൊ വർക്ക് ആൻഡ് ടൈമിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എഫിഷ്യൻസി ഇൻറ്റു ടൈം ഇസ് എ കോൺസ്റ്റന്റ് എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ നിങ്ങൾക്ക് ടൈം കണ്ടുപിടിക്കാൻ വർക്ക് ബൈ എഫിഷ്യൻസി ചെയ്താൽ മതി. അതേപോലെ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞു, നമ്പർ ഇൻറ്റു ടൈം ഇസ് എ കോൺസ്റ്റന്റ്. ഇതും ചില ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ 3 കാര്യങ്ങൾ ഓർക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലത്തെ പല മോഡൽ ക്വസ്റ്റ്യൻ, ഒന്ന് ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻ, 2 എഫിഷ്യൻസിനെ കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ എഫിഷ്യൻസി നിങ്ങൾ അസ്യൂം ചെയ്യണമെന്ന് പറഞ്ഞു, അത് പെർസെന്റേജ് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. 3 ഓറും ആൻഡും വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതെങ്ങനെ ചെയ്യണമെന്ന് പഠിക്കുക. പിന്നെ നമ്പറും ടൈമും വെച്ചിട്ട്, നമ്പർ ഓഫ് ആൾക്കാർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈ 4 ക്വസ്റ്റ്യൻ ആയിരിക്കും അധികം ചോദ്യം വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. നാളെ നമുക്ക് ഇതേ സമയത്ത് ഇരിക്കാം, 7 മണിക്ക് ഇരിക്കാം. ഓക്കെ, സെറ്റാണല്ലോ? ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് എന്തെങ്കിലും എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ അല്ലേ ചെയ്യുന്നത്? ഒരു 2 ദിവസം കൂടി, ഓക്കെ, 2 ദിവസം കൂടി നമുക്ക് ചെയ്താൽ ഒരുവിധം നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. നാളെയും മറ്റന്നാളും കൂടി നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നാളെ സെയിം ടൈമാണ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പൊ ശരി. ഓക്കെ, ശരി.